കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്റർ 2 ദിവസങ്ങളിലായി നടന്നു വരുന്ന ജൂൺ 13, 14 എന്നീ ദിവസങ്ങളിലായി നടന്നു വരുന്ന EMS സ്മൃതി ദേശീയ സെമിനാർ ഇന്ന് 2ാം ദിവസം. ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ സംസാരിക്കാനെത്തുന്നത് CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയാണ്. കൂടാതെ തകരുന്ന ഇന്ത്യൻ ജനാധിപത്യ സ്ഥാപനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി CPM പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് A. വിജയരാഘവൻ സംസാരിക്കുന്നു. ഇന്ത്യൻ ഫെഡറലിസം പ്രശ്നങ്ങളും സാധ്യതകളും IRS റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ശ്രീ R. മോഹൻ സംസാരിക്കുന്നു. നിരീക്ഷിത ജനാധിപത്യം മനുഷ്യാവകാശങ്ങളും കൈറ്റ് CEO ശ്രീ അൻവർ സാദത്ത് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, വേദിയിലെ പരിപാടി ഉടൻ ആരംഭിക്കുന്നു. ഹാളിന് പുറത്തു നിൽക്കുന്ന എല്ലാവരോടും ഹാളിനകത്തേക്ക് കടന്നിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. വേദിയിലേക്ക് എത്തിച്ചേരേണ്ട മുഴുവൻ വിശിഷ്ട അതിഥികളെയും ഹൃദയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഉന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്, ദീർഘദർശിയായ രാഷ്ട്രീയ പ്രവർത്തകൻ, നിശ്ചയദാർഢ്യമുള്ള ഭരണകർത്താവ്, ഗ്രന്ഥകർത്താവ്, വാഗ്മി, സാംസ്കാരിക നായകൻ, എല്ലാറ്റിലുമുപരി തികഞ്ഞ മനുഷ്യസ്നേഹി എന്നീ നിലകളിൽ കേരളത്തിൻ്റെ ബൗദ്ധിക സാമൂഹിക മണ്ഡലങ്ങളിൽ ഇന്നും പ്രഭമങ്ങാത്ത ഓർമ്മകളായി നിറഞ്ഞു നിൽക്കുന്നു സഖാവ് EMS. EMSൻ്റെ വിയോഗത്തിന് ശേഷം തൃശ്ശൂരിൽ കോസ്റ്റ് ഫോർഡും വർഗ ബഹുജന സംഘടനകളും വർഷം തോറും സംയുക്തമായി സംഘടിപ്പിക്കുന്നു EMS സ്മൃതി. തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്ന EMS സ്മൃതിയുടെ 25ാമത്തെ ദേശീയ സെമിനാറാണ് ജൂൺ 13, 14 2 ദിവസങ്ങളിലായി ഈ വേദിയിൽ നടന്നു വരുന്നത്. രണ്ട് ദിവസങ്ങളിലായി റീജിയണൽ തിയേറ്ററിൽ കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂർ വേദിയിൽ നടന്നു വരുന്ന EMS സ്മൃതിയുടെ 2ാം ദിനമാണ് ഇന്ന് ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനായി എത്തിച്ചേരുന്നത് CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി.
തകരുന്ന ഇന്ത്യൻ ജനാധിപത്യ സ്ഥാപനങ്ങൾ, ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നത് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് A വിജയരാഘവൻ. ഇന്ത്യൻ ഫെഡറലിസം, പ്രശ്നങ്ങളും സാധ്യതകളും സംസാരിക്കുന്നത് IRS റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ ശ്രീ R മോഹൻ. നിരീക്ഷിത ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും കൈറ്റ് CEO ശ്രീ അൻവർ സാദത്ത് സംസാരിക്കുന്നു. അല്പസമയത്തിനകം വേദിയിൽ പരിപാടികൾ ആരംഭിക്കുന്നതാണ്. ഹാളിന് പുറത്ത് നിൽക്കുന്ന എല്ലാവരോടും ഹാളിനകത്തേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പുതിയ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ആവശ്യപ്പെടും വിധം മാർക്സിയൻ തത്വശാസ്ത്രത്തെ വിപുലപ്പെടുത്തുന്നതിനും കാലികമാക്കുന്നതിനുമുള്ള അന്വേഷണങ്ങളും പഠനങ്ങളുമായി തൻ്റെ ജീവിതം അടയാളപ്പെടുത്തി കടന്നുപോയ സഖാവ് EMSൻ്റെ വിയോഗത്തിന് ശേഷം തൃശ്ശൂരിൽ കോസ്റ്റ് ബോർഡും വർഗ ബഹുജന സംഘടനകളും വർഷം തോറും സംയുക്തമായി സംഘടിപ്പിച്ചു വരുന്ന EMS സ്മൃതിയുടെ 25ാമത്തെ ദേശീയ സെമിനാറാണ് ജൂൺ 13, 14 എന്നീ 2 ദിവസങ്ങളിലായി തൃശ്ശൂർ കേരള സംഗീത നാടക അക്കാദമി എന്ന ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നവലോകക്രമം ഐക്യരാഷ്ട്ര പ്രഖ്യാപനത്തിൻ്റെ അരനൂറ്റാണ്ട് ഒരു തിരിഞ്ഞുനോട്ടം എന്നതാണ് 25ാമത്തെ സെമിനാർ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഇന്ന് 2ാം ദിവസം ഈ വേദിയിൽ സംസാരിക്കാൻ എത്തുന്നു CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി. ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ. മാർക്സിയൻ പ്രത്യയശാസ്ത്രത്തിലുള്ള EMSൻ്റെ അഗാധ പാണ്ഡിത്യത്തിൻ്റെ പ്രയോഗരൂപങ്ങളായിരുന്നു ആധുനിക കേരളത്തിൻ്റെ രൂപീകരണത്തിൻ്റെ അടിത്തൂണുകളായി വർത്തിച്ചതെന്ന് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. മാനവരാശി നേരിടുന്ന ഏതൊരു പ്രശ്നത്തെയും മാർക്സിയൻ രീതിശാസ്ത്രം ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് തെളിമയാർന്ന് പകർന്നു നൽകുന്നതിനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കേരളം കണ്ടുകൊണ്ടേയിരുന്നു. EMSൻ്റെ വിയോഗത്തിന് ശേഷം തൃശ്ശൂരിൽ കോസ്റ്റ് ബോർഡും വർഗ ബഹുജന സംഘടനകളും നടത്തിവരുന്ന EMS സ്മൃതിയുടെ 25ാമത്തെ ദേശീയ സെമിനാർ ഈ വേദിയിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ഈ മനോഹര വേദിയിൽ ജൂൺ 13, 14 2 ദിവസങ്ങളിലായി നടന്നു വരുന്നു. നവലോകക്രമം ഐക്യരാഷ്ട്ര പ്രഖ്യാപനത്തിൻ്റെ അരനൂറ്റാണ്ട് ഒരു തിരിഞ്ഞുനോട്ടം
എന്നതാണ് 25ാമത്തെ ദേശീയ സെമിനാർ ചർച്ച ചെയ്യുന്ന വിഷയം. ഇന്ന് ഈ വേദിയിലേക്ക് 2ാം ദിനം ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ എത്തുന്നത് CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി. മോർണിംഗ് സെഷന് ശേഷം ഉച്ചതിരിഞ്ഞ് ഈ വേദിയിൽ ജനാധിപത്യം മാധ്യമങ്ങൾ എന്നീ വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാറാണ്. ഇന്ത്യ എന്ന ആശയം എന്ന വിഷയത്തെ ഉൾപ്പെടുത്തി പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. വേദിയിൽ CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി. CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും എത്തിച്ചേർന്നിട്ടുണ്ട്. EMS സ്മൃതി 2 ദിവസങ്ങളിലായി വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന EMS സ്മൃതിയുടെ 2ാം ദിനം രണ്ടാം ദിനത്തിൽ വേദിയിലെ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. സ്വാഗത പ്രസംഗത്തിനായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സഖാവ് ഉഷാ പ്രഭുകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഏറെ സമ്പന്നമായ ഒരു വേദിയിലാണ് ഇന്നത്തെ നമ്മുടെ EMS സ്മൃതിയുടെ 2ാം ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ള ഒരു നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് ഇന്നത്തെ നമ്മുടെ വേദിയുടെ മുന്നിലാണ് നമ്മുടെ സദസ്സ് ഇന്ന് നമ്മുടെ EMS സ്മൃതിയുടെ 2ാം ദിവസം തുടങ്ങാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ EMS ഒരു യുഗ പ്രഭാവനാണെന്നും കമ്മ്യൂണിസ്റ്റ് ആചാര്യനാണെന്നുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അക്കാദമിക് പാണ്ഡിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഓരോ വർഷവും നമ്മൾ സംഘടിപ്പിക്കാറുള്ള കോസ്റ്റ് ഫോർഡും വർഗബഹുജന സംഘടനകളുമെല്ലാം ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്ന നമ്മുടെ EMS സ്മൃതി ഏറെ വിഷയങ്ങൾ, ഏറ്റവും കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന ദിവസങ്ങളാണ്. 2023 നമ്മൾ ഈ ജൂൺ 13-14 തന്നെ ഇന്നലെ
ഉദ്ഘാടനം ചെയ്യപ്പെട്ട് രാവിലെ 9:30 നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രിയുമായ MA ബേബി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരംഭിച്ച നമ്മുടെ EMS സ്മൃതിയുടെ 2ാം ദിനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നിവിടെ ഏറ്റവും സന്തോഷപൂർവ്വം ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ നമ്മുടെ നേതാക്കളെയും ബഹുമാനപൂർവ്വം വളരെ ആദരപൂർവ്വം സ്വാഗതം പറയുക എന്നൊരു കർത്തവ്യമാണ് എന്നിലുള്ളത്. ഏറ്റവും സ്നേഹപൂർവ്വം ഏറ്റവും സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ തവണയും നമ്മുടെ 98 ആരംഭിച്ച നമ്മുടെ EMS സ്മൃതിയുടെ പരിപാടികളിൽ മിക്കവാറും പരിപാടികളിൽ നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും സന്തോഷപൂർവ്വം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി, ഈ സംഘാടക സമിതിക്ക് വേണ്ടി എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ സഖാവ് സീതാറാം യെച്ചൂരിയെ സ്വാഗതം ചെയ്യുകയാണ്. We are so excited, wholeheartedly welcome our General Secretary Sitharam Yechoori to our company. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻറ്റും നമ്മുടെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് കണ്ണേട്ടനാണ്. കണ്ണേട്ടനെ ഈ യോഗത്തിലേക്ക് ഔപചാരികതയുടെ പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം പറഞ്ഞു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി, നമ്മുടെ പാർട്ടിക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സന്തോഷപൂർവ്വം അതിലേറെ ബഹുമാനത്തോടു കൂടി നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ഗോവിന്ദ മാഷെ, സംസ്ഥാന സെക്രട്ടറിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗവും നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ പട്ടികജാതി ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് K. രാധാകൃഷ്ണൻ സഖാവിനെ നമ്മളെല്ലാവരുടെയും ഇന്നലെ ഉണ്ടായിരുന്നു, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സഖാവിനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇന്നലെ സ്വാഗതം പറഞ്ഞതാണ്. നമ്മളോടൊപ്പം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിലും അധ്യാവസാനം കൂടെയുള്ള സഖാവ് MM വർഗീസറിനെ ഏറ്റവും സ്നേഹപൂർവ്വ ഔപചാരികതയ്ക്ക് വേണ്ടി സ്വാഗതം പറയുന്നു. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള നമ്മളോടൊപ്പം ഇന്ന് വിഷയാവതരണത്തിന് കൂടി എത്തിച്ചേർന്നിട്ടുള്ള സഖാവ് വിജയരാഘവനെ, നമ്മളിലൊരാളായ ഈ തൃശ്ശൂരിൻ്റെ നമുക്കൊന്നുകൂടി അഭിമാനപൂർവ്വം ചെറിയൊരു അഹങ്കാരപൂർവ്വം നമുക്ക് പറയാവുന്ന പ്രിയപ്പെട്ട സഖാവ് വിജയരാഘവൻ സഖാവിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ വിഷയാവതരണത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സഖാവ് ഇന്ത്യൻ ഫെഡറലിസം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള R. മോഹൻ IRS റിട്ടയേർഡ് സഖാവിനെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിലേക്ക്. അതുപോലെ നിരീക്ഷിത ജനാധിപത്യവും മനുഷ്യാവകാശവും എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി, വിഷയം എടുക്കുന്നതിന് വേണ്ടി അൻവർ സാദത്ത് കൈറ്റിൻ്റെ സഖാവ് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ സഖാവിനെ സ്നേഹാദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. നമ്മുടെ EMS സ്മൃതിയുടെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ സഖാക്കളെയും മുഴുവൻ പ്രവർത്തകരെയും ഏറ്റവും ഈ ആകാശത്തിന് കീഴിലുള്ള മുഴുവൻ വിഷയങ്ങളെയും ഏറ്റവും നല്ല പോലെ പഠിക്കാനും അതിൻ്റെ അക്കാദമിക് ലെവലിലുള്ള പ്രവർത്തകരെയും സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് അത് വീക്ഷിക്കാനും അതിനെ ചർച്ച ചെയ്യുവാനും വേണ്ടി നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേർക്കും ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ വളരെ താല്പര്യത്തോടു കൂടി അതിലെല്ലാം പങ്കെടുക്കുന്നതിനും ആ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് കണ്ണേട്ടനെ സ്നേഹാദരപൂർവ്വം ഈ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, അഭിവാദ്യങ്ങൾ. വേദിയിലെ അധ്യക്ഷൻ സ്ഥാനം കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് സഖാവ് MK കണ്ണനാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, വളരെ കാലികമായ നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾ നേരിടുന്ന തകർച്ചയെക്കുറിച്ചും അതിനെതിരായി ഉയർന്നു വരേണ്ട വിപുലമായ കൂട്ടായ്മയെക്കുറിച്ചെല്ലാം വിശദമായി പ്രതിപാദിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്.
ഈ പരിപാടിയിൽ ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി CPIMൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Cordially inviting Comrade Sitaram Yechuri, General Secretary CPIM, to deliver the speech. Thank you, comrade. It's always a pleasure to be here at the EMS Smrithi. And I think right from its inception, I've been here almost every year. And normally the inaugural session, but this time I just couldn't make it. But I'm glad I'm here for the 114th birth anniversary of Comrade EMS. And here with me is Comrade Politburo members, Comrade Govindan Master, Comrade A. Vijayaraghavan, Central Committee member Comrade Radhakrishnan, and all the other leaders of both the party, the Left and Democratic Movement, and the EMS Smrithi Foundation, and my dear brothers and sisters. I've been asked to speak on challenges to democracy and federalism today. The challenges to democracy and federalism, yesterday, last evening, continued till late night, the ED, the Enforcement Department, was raiding the offices of the Tamil Nadu DMK minister inside the secretariat of the Tamil Nadu government in Chennai. The ED going into the secretariat without the permission of the state government or anything is unheard of, and it's a direct violation of federalism. Number one. Number two, the ED and the CBI are being used as political weapons by the current Modi government, and this weaponization of the central agencies is reaching a situation where it's a direct assault on the federal rights of the states and an assault on democracy because it assaults the opposition parties and their leaders. The argument that if somebody has committed a crime, is it wrong for the ED to investigate? Of course it's not wrong. But what is the result of this investigation? The ED has today filed more than 5,500 plus cases on which investigations are proceeding, and 95% of all the cases against politicians are against opposition party leaders. If the truth has to be pursued, if corruption or whatever be the criminal charge, that has to be punished, then what is the result of these 5,500 odd cases? Out of these, only 25 have been put up to the judiciary for cases and the conviction. And out of this 25, only 23 have been convicted. That is, the total conviction rate of the ED cases today is less than 0.5%. So this is clearly an issue of political harassment and how central agencies are being misused. Now, what today I want to discuss, paying actually tribute to the manner in which Comrade EMS would be thinking and formulating his own thoughts, though we can't reach those heights, but nevertheless, that approach, that methodology is something we'll have to adopt. And while I was coming in, I saw the portrait of Dutt Master at the gate. Dutt Master and Murli Master have been running the virtual spine or the backbone of the entire EMS Smrithi regularity and the foundations and the richness of the people they used to invite. We miss them today, but our homage and they'll always stay in our memory. But to follow up with the methodology that EMS used to adopt, that challenges to democracy and federalism are not to be measured in terms of individual instances like what happened yesterday in Tamil Nadu that I mentioned about the ED. Yes, EMS government was dismissed in 1957. 67, you had
Also, the governments in Bengal, the United Front governments in Bengal, they were dismissed. The communists were the first ones to be victims of the misuse of the constitutional provision of Article 356 and direct attacks against federalism. Democracy has been undermined in India from various periods and various times during the Congress time. Now you have, without any emergency being declared, the encroachment on the fundamental rights guaranteed by the Indian Constitution, growing very, very rapidly and almost universally. The undermining of democracy is taking place in multifarious ways today. But why are all these attacks happening? Is it only because of the subjective desire of the ruling party at a point of time? Or are they objective reasons that are creating a situation whereby the declared constitutional provisions continue to be violated by the Indian ruling classes? Now, this is a point which needs to be properly analyzed and understood. Otherwise, our struggle to safeguard democracy and federalism will also be piecemeal. One attack happened here, therefore we oppose it. That is not safeguarding democracy or federalism. Yes, opposition is absolutely correct. But why is this happening? And for there, I would like to draw your attention to go back slightly into the history of the evolution of the Indian political system, or what we have today enshrined in the Indian Constitution. Indian Constitution did not evolve out of a visionary outlook of individuals. It evolved out of an epic battle by the people of India for our freedom from the British. And in this epic battle and struggle, certain ideological positions were thrown up which required to be answered. And what was the main ideological proposition? What should be the character of independent India? We were fighting the British. Gandhiji gave his first non-cooperation call in the 1920s, which he withdrew, calling it a Himalayan blunder. That led to huge frustration, and that led to a lot of growth of the left ideology and thinking among the youth at that time. Bhagat Singh personifies it in the most perfect manner. And during that decade of the 1920s, in answer to the question, what should be the character of independent India, emerged three visions. One was that given the diversity of India, its multinational character, its multiple languages, multiple religions, multiple traditions, etc., multiple ethnicity, with such a vast diversity, this country can remain united and can progress only under a secular democratic political structure. And this secular democratic republic idea was born both amongst the leadership of the national struggle at that point of time, that is the then Congress, and the left, the communist vision. The Congress vision talked of a secular democratic republic, that is the future character of India, independent India. The communists said yes, secular democratic republic is essential to keep this country together and the people together, but India cannot stop there. The political freedom we achieve by throwing out the British, that political freedom has to extend to the economic freedom of every individual, and that is possible only towards socialism, only under socialism. So a secular democratic republic with a socialist orientation moving towards socialism is what should be the character of independent India. And that was the position of the Indian communists. As opposed to both these visions,
you had a third vision that emerged, which argued that the character of independent India must be determined by the religious affiliation of its people. Now, this vision threw up a twin forces, one arguing for a Hindu Rashtra in India, which was the RSS, which was born in 1925 again. The Communist Party was formed in Tashkent in 1920, reorganized and formed at Kanpur in 1925. The Congress Party came out with its understanding of what is a secular democratic republic, with its Motilal Nehru Commission in 1928, which ended up with the Karachi resolution of the AICC session, again in the same decade. And the third vision also emerged in the same decade, with one talking of the Hindu Rashtra, which the RSS propagated, and the other, the Muslim League led by Muhammad Ali Jinnah, speaking of an Islamic Republic. So the battle between these three visions, a secular democratic republic moving towards socialism with a socialist orientation, and a religiously defined India of a Hindu Rashtra or the Islamic Republic. The battle between these three visions is what is also continuing even today when we are talking of the threats to democracy and federalism today. What is that linkage? How is this happening? The Muslim League and the RSS conceptions unfortunately led to the partition of India, that is mostly of Punjab and Bengal. And this partition created and cemented the animosity between the religious groups, between the Hindus and Muslims, which unfortunately continues to fester today. And the frustration that India did not accept the Hindu Rashtra while Pakistan was created as an Islamic Republic, and that the Indian national movement stood firm on the secular democratic republic attitude, is what led to the assassination of Mahatma Gandhi. But at that time, when we thought that India declared independence and the constitution was adopted, this battle is over. That was the mistake. That battle is continuing even today. And the battle is to convert the secular democratic republic into a rabidly intolerant, fascistic Hindutva Rashtra. And that is the battle that is taking place in the current context today as a continuation of the battle between these three visions. This is one stream of thinking I think we should keep in mind. The other point also that should be kept in mind is that India, as we talked about earlier, is a diverse country with multiple diversities, unparalleled amongst any other country in the world. Now, this sort of a situation leads to a tendency where there's a unifying force amongst this diversity. That is, the threads of commonality that exist in this diversity, strengthening that unifies this diversity, and the separate distinctive identities of this diversity tends to keep pulling backwards the concept of a united India. India, by its very nature, has got both the forces, the centrifugal and the centripetal. You have the unifying force on the basis of a unifying vision of a secular democratic republic, and you have a divisive force where each nationality, linguistic nationality, whatever be the aspirations, they keep talking of a separate identity or strengthening their own identity and the character of their set of people. Now, this is a tendency that continues even today. There are forces in various states which talk of separatism, reasons being regional backwardness, regionals being ethnic identity. What is happening today in Manipur, whether it's between the Kukis and the Meiteis,
the question of ethnic identities, these sort of forces are also coexist in India. So you have the centripetal forces and the centrifugal forces. One that unites, one that divides. Both coexist. So how do you balance this? This can only be balanced when each of the diversities of India are treated as equal, respected, and their identity legalized through a constitutional recognition. Now, in the absence of that, you will have this tendency of the centripetal forces trying to separate. Now, both these aspects, the battle between the three visions and the Indian reality of centrifugal and centripetal forces, if you put both of that together, we understand the pressures of how what was constitutionally visualized democracy and federalism, how that continuously comes under strain. And that is why you find when the Congress articulated a secular democratic republic, the economic trajectory for India that it chose of an independent path of capitalist development, these two were contradictory. They set in motion centripetal forces. To develop capitalism, you required a unified Indian market. If you require a unified Indian market, you require a unified Indian state. A unitary state is a requirement for capitalist development. But constitutionally, and given the character of India, we have developed a federal state, where the Constitution first article says, India, that is Bharat, is a union of states. There is no India without the states. So that is the definition of our country. But the development of capitalism requires a unitary state structure for a unified market and for a unified labor force that can be exploited. Now this contradiction led the Congress party then to keep on continuously violating both democracy and federalism. 57, 67, the misuse of Article 356, the imposition of emergency. All these are not because of the Allahabad High Court decision on Indira Gandhi, that's why emergency came, etc. Those are all superficial explanations. But the time of 1970s, by the time the crisis of capitalism in India had developed to such an extent, you required a strong centralized state. And that strong centralized state was sought to be created through the emergency, which the people overthrew. That's a different aspect. But the question to understand is, the Congress party was stuck in its own contradiction of having been in the leadership of the Indian freedom struggle, articulated the secular democratic republic, the Karachi Congress AICC session declaration, and the statement of objectives, which is the basis of our constitution today, was authored by the Congress, but yet in practice they were practicing the development of capitalist development, which required the unitary state structure. So that's why these sort of tendencies in the Congress and the authoritarian nature of the Congress, anti-federal, that developed. That was one aspect of it. But qualitatively, the difference comes in. Congress could not break out of its secular democratic character commitment in the past, but it was tinkering with the constitutional thing by violating democracy and federalism. When this process is going on, as global capitalism also developed into today's neoliberal globalization with the development of international finance capital, you must have discussed all this yesterday. With the development of international finance capital, what is required was an Indian state that will be integrated to the leadership of international finance capital and the neoliberal outlook. Now both international finance capital and neoliberalism require
strong centralized laws that will determine the economic activity of the country, and a strong state that will keep on expanding avenues for profit maximization by international capital. So you require a state that will bring in these agri-laws, these agricultural laws. You'll require a state that will privatize your public sector, privatize your resources, privatize your services, your public goods, privatize your mineral wealth, privatize your public facilities like electricity, water, public transport, everything, so that private capital can keep making profits. Now, such a strong state also requires a unitary state structure. This is one aspect. The conversion of a secular democratic republic into a fascistic Hindutva Rashtra also requires a unitary state structure. That is the other aspect. And both these converge under the Modi government. And that is the qualitative difference today from the past. And that is what leads to the emergence of the communal corporate nexus in India today, with crony capitalism leading the roost. At the same time, for the RSS to convert the secular democratic republic into their fascistic Hindutva Rashtra, what is required? What is required is also the undermining of this particular constitution, which guarantees both democracy and secularism. So therefore, what you need here, what you have to note here, is that in order to establish their fascistic order in the country, destroying the secular democratic republic, the Modi government has managed to enlist the support of the Indian ruling classes and its leadership, India's big bourgeoisie, which is today your Adanis, Ambanis and all the others. So he's managed to enlist the support of the Indian ruling classes and enrich the support of imperialism. And therefore, India under Modi is turned out to be a very subordinate, a servile junior partner of US imperialism in global affairs. So your surrender to imperialism, surrender to Indian ruling classes, is to get their acquiescence to change the character of India from a secular democratic republic into a rabidly intolerant Hindutva Rashtra. And that is the background of these assaults on democracy and federalism. Unless we understand this, this is not a one-off attack like yesterday's ED raid or something that will come in the days in future, or like the BJP practicing democracy, whereby now the saying in Delhi is that in any election, whoever may win the election, it is the BJP that will form the government. That is how you buy up your opposition MLAs, how you do your horse trading, how you do all that thing, how democracy is being completely undermined. And yes, international agencies are calling us today an electoral autocracy. India is not a democracy, an electoral autocracy, and the attack on the democratic rights of all dissent, expression of dissent. Yesterday you saw the former CEO of Twitter coming out and saying what he said, saying that in India they threaten us against anything that's put out against the government, particularly during the farmers' agitation. The government's defense is that's an outright lie. And why did he say after he quit his job as the CEO? If that is the problem, the present CEO, Elon Musk, who now bought over Twitter, he has gone on record to say that it's very difficult to uphold freedom of expression in India. And I do not want to risk the Twitter employees by insisting on upholding freedom of expression.
That is Elon Musk's statement. That the pressure is being put to manufacture consent, as Noam Chomsky said. And manufacturing consent means also to attack all dissent. So it is the media ecospace has been taken over to support this fascistic project. The fundamental rights of all Indians are today being brazenly violated. For 3 years now, 4 years, the Elgar Parishad people are in jail under UAPA without even a charge sheet being produced against them. 4 years. So the logic of the Modi government is what? The case against you will not be sustainable under law. You will be acquitted. But by the time you are acquitted, you have been in jail for 8 to 10 years. That means you already suffered the punishment. That is, we'll punish you even when the law exonerates you. And that is the methodology of how the fundamental rights of the people are being attacked. The rights of the state governments, whether right from Goa to earlier Karnataka to Madhya Pradesh to Northeast, and everywhere, Maharashtra, everywhere democratically elected governments being toppled to allow BJP to form the governments. And these attacks, misuse of the central agencies and undermining independent constitutional authorities, which are the checks and balances in a democracy. The parliament, we saw what happened in the last parliament session. Because Modi did not want to answer a question on that Adani scam and scandal, the whole parliament session was disrupted by the ruling party. And then Modi claims that the attack on Adani is an attack on India. Attack on me is an attack on me, meaning Modi, not me. I mean, that is, Modi is an attack on India. Attack on Adani is an attack on India. That is, Modi, Adani are the expressions of Indian nationalism. Any attack on them is actually an attack on India, according to them. And that is the communal corporate nexus. Modi, Adani. And that is why Parliament is disrupted. Your judiciary, lot of pressure for it to toe the line of the executive. Your election commission, brazen violations of them by the Prime Minister, Home Minister of the Model Code of Conduct in the last Karnataka campaign. Prime Minister appeals to people to vote in the name of Bajrang Bali. No, Election Commission doesn't take cognizance of it. The Home Minister says anybody voting against BJP is voting for Tipu Sultan. No, cognizance taken by the Election Commission. Now, brazen communal campaigning that goes on, the institutions, independent institutions are undermined, and of course ED and CBI are grossly misused like they are. So what is the entire crux of the discussion we have been having so far? That these attacks on democracy and federalism are not separate entities that have to be defended in a separate compartmentalized way. These attacks have to be defended in defending what we call the concept of the idea of India, that is an inclusive India, that includes all our diversities, against the fascistic project of the RSS, which is an exclusivist India. And this exclusivist India will only lead to the centripetal forces that I was talking to you earlier, of completely disrupting the unity and integrity of our country, setting in motion for the disintegration, which is very unfortunate, which we have to stop at all costs. So to sum up this entire thing, I don't know how much time you have allocated to me. Mr. President? Okay. So, to sum up all this, what does this entire thing mean? That the battle of three visions and the centripetal and the centrifugal forces contradiction, you put them together, what does it lead to? That if you want India to survive and prosper,
with its diversities, with its multiple identities, then you will have to ensure that this constitutional order is safeguarded and strengthened. But if you want to convert India into a fascistic Hindutva Rashtra, then you have to ensure that this constitutional order is destroyed and in its place a unitary structure based on the Manu Smrithi degree of social injustices, that will have to be established. That is the battle. So the battle is not today defending Stalin for the attack of ED last night on one of his ministers. That's of course important. That is important, no doubt of it. But that is not all. That is not the end of the matter. The battle today is the larger issue that we have to safeguard democracy and federalism in our country today. You know, as far as federalism is concerned, I'm sure yesterday Thomas Isaac would have told you with all the fiscal federalism, what is the attacks, how the states are being denied, etc., how the constitution is being violated, how state subjects are being enacted by the center, like cooperatives, etc. Everything else, yes, all that is correct. But all that is happening in the larger context. And that larger context is the battle now between those who want to convert the secular democratic republic into a fascistic Hindutva Rashtra and those who want to safeguard the secular democratic republic so that each one of our multiple identities is respected with equality and safeguarded. And that is where you'll have to realize, because you've got so many of your Malayalis now all over the world. When they go outside, they say they are Indian. When they are there amongst Indians in that foreign country, then they say they are Malayali. When they are there in their Malayali Cultural Association, then they'll say, I'm from Kannur, I'm from Ernakulam, I'm from Thrissur, etc. And when they are there in the company of only people from their district, then they'll talk about their locality, their area, etc. Now this is apart from their caste, apart from their religion. They could be Hindu, Muslim, Christian, they could be upper caste, lower caste, whatever it is, plus their regional identities. So every one of us has multiple identities. When I'm abroad, I'm Indian. When I'm in India, I'm a Telugu-speaking person. If I go to my Andhra Pradesh, I'm from coastal Andhra. If I go to coastal Andhra, I'm from the delta region of the coastal Andhra between Krishna and Godavari districts. Each one of us has so many identities. The only way to safeguard this country is to respect every one of those single identities. And that is what intrinsically our constitution says. Now, this is the larger battle. If you want to safeguard our democracy and federalism, if we have to meet the challenges that are being posed today, we have to unitedly defeat this challenge of converting the secular democratic Republic of India into a fascistic Hindutva Rashtra and go back to the communist vision of what should be the character of independent India, that is a secular democratic republic with a socialist orientation, moving to convert the political independence of India into the economic independence of every individual. And that is the left agenda, which is the only alternative today to safeguard the secular democratic republic and to defeat the challenge being posed by the Hindutva fascistic forces. And this is where the unity of all secular patriotic forces is required. And that is what we are trying to contribute to achieve. 23rd of this month, there will be a meeting of the major secular opposition parties, and we'll chalk out the need that, first of all,
to accept that need to defend India, Indian Constitution and our secular democratic republic. If we have to defend India, these challenges for democracy and federalism being mounted today can only be checked by ensuring that those who are mounting these challenges, that is the BJP holding the government and holding the state power, cannot misuse the government and the state power to destroy the very constitution, democracy, and its tenets, its four fundamental pillars, that is secular democracy, economic sovereignty, social justice, and federalism. These are the four foundational pillars of our constitution. All four are under attack. If we have to defend democracy and federalism today, we have to ensure that the BJP does not and cannot hold the reins of state power and the central government, which they are using for this objective. So that is where the unity of all these forces are required. And that is where the Congress, which has done so much to destroy democracy, federalism in the past, etc., must also learn that the only way the country can be kept united is not to impose a unitary state structure, but to respect the federal state structure. And Article 1 of our Constitution, that India, that is Bharat, is a union of states. And that is what we'll have to ensure. And I'm sure there's a big battle, and 2024 will be a decisive battle in this larger war in defense of democracy and secularism in India. And Kerala, of course, has always played the leading role in showing the alternative path. And that alternative path is exactly what the LDF government today here is doing. That's safeguarding secular democracy with a socialist perspective orientation, moving towards improving the welfare of the people. And that is the alternative on the basis of which we'll have to move forward. And it's a big challenge, but all of us together will have to rise to the occasion to save India today. And I'm sure EMS Smrithi has given this opportunity for all of us to discuss in depth some of these issues. I'm sorry I could not share with you in Malayalam what I had to say, but I don't know how much of my English has been able, because if I spoke in my mother tongue, you won't understand Telugu. And that is the problem. If you speak in your Malayalam, I try to follow, but I don't fully understand. My Telugu, you will not understand. So you and I, both Indians, have to speak in English so that we communicate with each other. That is our Indian reality. And Mr. Amit Shah wants to impose Hindi on top of it. And then he says, no, this will be the language. And this is how they will disintegrate the country. Anyway, that's a different point. So my apologies that I had to speak in English for some time. But thank you very much for having listened to it. സഖാവ് സീതാറാം യെച്ചൂരി നടത്തിയ പ്രഭാഷണത്തിൻ്റെ മലയാള ഭാഷയിലുള്ള സമ്മറി നൽകുന്നതിനായി സെൻറ് അലോഷ്യസ് കോളേജ് അധ്യാപകൻ ഡോക്ടർ ജിംസ് വർക്കിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഐക്യ കേരളത്തിൻ്റെ ശില്പി, ആധുനിക കേരളത്തിൻ്റെ ശില്പി, ഏവർക്കും പ്രിയങ്കരനായ സഖാവ് EMSനെ വളരെ സ്നേഹത്തോടെ, തികഞ്ഞ ആദരവോടെ സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് CPMൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തൻ്റെ പ്രഭാഷണം ആരംഭിച്ചത്. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു ജനാധിപത്യ ഫെഡറൽ മതനിരപേക്ഷ സംവിധാനം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ എന്നതിനെ സംബന്ധിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വ്യക്തിഗത സംഭവത്തെ അധികരിച്ചാണ് അദ്ദേഹം വിഷയത്തിലേക്ക് കടന്നു വന്നത്. തമിഴ്നാട്ടിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കാലങ്ങളായിട്ട് തുടരുന്ന ജനാധിപത്യ സംവിധാനത്തിൽ സ്വതന്ത്രമായി നിലകൊള്ളുന്ന ഭരണഘടനാ സംവിധാനങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി
ഉപയോഗിക്കുന്ന പുതിയ മോദി സർക്കാരിൻ്റെ ഒരു പ്രവർത്തന ശൈലി ഇന്നലെ കൂടി നമ്മൾ അനുഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് യെച്ചൂരി സഖാവ് പ്രഭാഷണം ആരംഭിച്ചത്. പ്രധാനമായി പേരെടുത്ത് പറഞ്ഞ ഭരണഘടനാ സ്ഥാപനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ED, CBI. ഇന്ന് ഈ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയെല്ലാം ഈ ഒരു വാളെടുത്ത് കാണിച്ചാണ് കാലങ്ങളായിട്ട് ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾ പ്രവർത്തിച്ചു വരുന്നതെന്ന് സഖാവ് സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ചില കണക്കുകൾ അദ്ദേഹം വളരെ കൃത്യമായി സൂചിപ്പിച്ചു. ഇവിടെ ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചട്ടുകങ്ങളാക്കി മാറ്റുന്ന ഈ ഭരണഘടനാ സംവിധാനങ്ങൾ, അത് ED, CBI പോലെയുള്ള ഏജൻസികൾ എടുക്കുന്ന കേസുകളിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം, അതായത് അദ്ദേഹം പറഞ്ഞത് വെറും 0.05% മാത്രമാണ് അത് ഒരു കോടതിയുടെ മുമ്പാകെ വരികയോ അല്ലെങ്കിൽ അതൊരു ശിക്ഷ നൽകുന്ന തലത്തിലേക്ക് പോകുകയോ ചെയ്യുന്നുള്ളൂ എന്ന് സഖാവ് വളരെ കൃത്യമായി കണക്കെടുത്ത് സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഇത്തരത്തിലുള്ള വ്യക്തിഗത സംഭവങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ജനാധിപത്യം നേരിടുന്ന അല്ലെങ്കിൽ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനം നേരിടുന്ന വെല്ലുവിളികളെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്നും സഖാവ് പറയുകയുണ്ടായി. കാരണം ഈ ഒരു നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തികളുടെ മാത്രം ഫൈറ്റിൻ്റെ ഫലമല്ല, മറിച്ച് ഇവിടെയുള്ള ഈ ഒരു മഹാജനതയുടെ വളരെ ഐതിഹാസികമായുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് കാണുന്ന ഈ ഒരു ജനാധിപത്യ സെക്യുലർ സംവിധാനം രൂപപ്പെടാൻ കാരണമായിട്ട് മാറിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സഖാവ് അങ്ങനെ പറഞ്ഞത്. ഇത്തരം വ്യക്തിഗതമായിട്ടുള്ള ഇൻസ്റ്റൻസുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ചലഞ്ചസിനെ ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം. പിന്നീട് അദ്ദേഹം ഏറ്റവും ഊന്നി പറഞ്ഞത് ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ട കാലഘട്ടത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഏത് തരത്തിലുള്ളൊരു രാജ്യമുണ്ടാകണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെന്നും അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും അധികം പിന്തുണ ലഭിച്ച് പിന്നീട് സ്ഥാപിച്ചത് സോഷ്യലിസ്റ്റ് ആഭിമുഖ്യത്തോട് കൂടിയിട്ടുള്ള ഒരു മതനിരപേക്ഷ ഫെഡറൽ സംവിധാനം ആകണമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണമെന്ന് ഒരു ഭൂരിപക്ഷം ആവശ്യം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭരണഘടന ആ ഒരു തലത്തിലുള്ള ഒരു സംവിധാനം നമുക്ക് വിഭാവനം ചെയ്തതെന്നാണ് സഖാവ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. അതേ സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, നമ്മുടെ നിലവിലുള്ള സംവിധാനത്തിൽ ഒരേ സമയം ഐക്യപ്പെടുത്താനുള്ള ശക്തികളും വിഘടിപ്പിക്കാനുമുള്ള ശക്തികളുമുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു ബാലൻസിങ് ആണ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നത്. ആ ഒരു ബാലൻസിങ്ങിനെയാണ് ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും ആ ഒരു ബാലൻസിങ്ങിനെയാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഈ ഫാസിസ്റ്റ് ശക്തികൾ നടത്തിയിട്ടുള്ളതെന്ന് സഖാവ് സൂചിപ്പിച്ചു. പിന്നെ അദ്ദേഹം നമ്മുടെ സാമ്പത്തിക പാത, വളർച്ചയുടെ പാതയെയും ഈ ഫാസിസ്റ്റ് ശക്തികൾ വരുത്തിയിട്ടുള്ള ദോഷങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിലേറ്റവും വലിയ കാര്യം, നമ്മുടെ ഭരണഘടന നിർദ്ദേശിക്കുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തെയാണ്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 നമ്മുടെ 1-ാം അനുച്ഛേദം തന്നെ അത് നിർബന്ധപൂർവ്വം പറഞ്ഞു വെക്കുന്നതായിട്ട് സഖാവ് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോഴുള്ള മുതലാളിത്ത സംവിധാനത്തിന് അത്തരത്തിലുള്ള ഒരു യൂണിഫൈഡ് ആവുന്ന അല്ലെങ്കിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യം എന്നതുകൊണ്ട് തന്നെ കാലങ്ങളായി അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള പരിഷ്കാരങ്ങൾ ഇവിടെ നടക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അതിന് ആക്കം കൂട്ടുന്നതിനായി ആഗോള സാമ്പത്തിക മൂലധനം, ഇന്നലെ ഇവിടെ അത് വളരെ ഡീറ്റെയിൽഡായിട്ട് പ്രഭാത് പട്നായിക്ക് പോലെയുള്ളവർ ഡിസ്കസ് ചെയ്തതാണ്. ആഗോള സാമ്പത്തിക മൂലധനത്തിൻ്റെ വളർച്ച, കൂടെ നവലിബറൽ ആശയങ്ങളുടെ വളർച്ച, ഇവയൊക്കെ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം വളരുന്നതിന് വേണ്ടിയിട്ട്, ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം
സമ്മർദ്ദം ചെലുത്തുന്നതായിട്ട് നമുക്ക് അറിവുള്ളതാണ്. അത് സഖാവ് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നിലവിലുള്ള മോദി സർക്കാരിനെ അദ്ദേഹം സാമ്പത്തിക കാര്യങ്ങളിൽ വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സാമ്രാജ്യത്വ ശക്തികൾക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് മോദി ഭരണം നമ്മുടെ ഭരണഘടന എന്ത് അനുശാസിക്കുന്നുവോ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനമാക്കിയിട്ട് അന്താരാഷ്ട്ര ശക്തികൾക്ക് അടിയറവ് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാമ്പത്തിക രീതി അല്ലെങ്കിൽ സാമ്പത്തിക സംവിധാനം ഇവിടെ ഒരുക്കി കൊടുക്കുന്നുവെന്ന് സഖാവ് പറയുകയുണ്ടായി. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് കോർപ്പറേറ്റുകളുമായിട്ടുള്ള ആശാസ്യമല്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ, അദാനി പോലെയുള്ള വരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മോദി അദാനി ബന്ധത്തെ അതിൻ്റെ മോശം സാഹചര്യത്തെയൊക്കെ സഖാവുടെ പേരെടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയാണ്: നമ്മളെല്ലാവരും വ്യക്തിഗതമായി വ്യത്യസ്ത തരത്തിലുള്ള ഐഡൻറ്റിറ്റി ഉള്ളവരാണ്. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട്. ഇതിനെയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ദിശാബോധമാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ മുൻപിലേക്ക് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഹിന്ദുത്വ രാജ്യമാക്കിയിട്ട് മാറ്റാനുള്ള ഇന്നത്തെ ഭരണപക്ഷത്തിൻ്റെ ശ്രമങ്ങൾ ആ വ്യക്തിഗത സ്വാതന്ത്ര്യങ്ങളിലേക്ക് പോലും, അല്ലെങ്കിൽ സ്വതന്ത്രമായി നമുക്ക് ചിന്തിക്കാനുള്ള, സ്വതന്ത്രമായി നമുക്ക് നിലകൊള്ളാനുള്ള, എല്ലാവരുടെയും ആശയങ്ങൾക്ക് അനുസരിച്ച് വളരാനുള്ള ആ ഒരു വ്യക്തിഗത സ്വാതന്ത്ര്യത്തിലേക്ക് പോലും കടന്നുകയറ്റം നടത്തുന്നതായിട്ടും അതിനെതിരെ നാം എല്ലാവരും ഒരുമിച്ച് ഈ ഫാസിസ്റ്റ് ഈ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ഒരുമിച്ച് പോരാടണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സഖാവ് തൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചത്. നന്ദി. അടുത്തതായി തകരുന്ന ഇന്ത്യൻ ജനാധിപത്യ സ്ഥാപനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സഖാവ് വിജയരാഘവൻ CPM പോളിറ്റ് ബ്യൂറോ അംഗം സംസാരിക്കും. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന EMS സ്മൃതിയുടെ 2ാം ദിവസം നമ്മുടെ പാർട്ടിയുടെ ബഹുമാന്യനായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി ഇവിടെ വിശദമായി സംസാരിച്ചിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യരായ മറ്റ് പാനലിസ്റ്റുകൾ ആർ മോഹൻ, അൻവർ സാദത്ത് എന്നിവരുടെ സന്നിഹിതരാണ്. നമ്മുടെ പാർട്ടിയുടെ ബഹുമാന്യരായ നേതാക്കൾ സഖാക്കൾ ഗോവിന്ദൻ മാഷ്, MM വർഗീസ്, നമ്മുടെ സഖാവ് രാധാകൃഷ്ണൻ, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെ സാരസമ്പന്നമായ തരത്തിൽ കാലിക ഇന്ത്യൻ അവസ്ഥയിൽ നമ്മുടെ രാജ്യവും സമൂഹവും ജനതയും നേരിടുന്ന വെല്ലുവിളികളുടെ വിശദാംശങ്ങളും അതിനെതിരായി രൂപപ്പെടുത്തേണ്ട പ്രതിരോധത്തിൻ്റെ കൃത്യതയാർന്ന ദിശാബോധവുമാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലിവിടെ വരച്ചു കാട്ടിയത്. കഴിഞ്ഞ 4 നൂറ്റാണ്ടായി സഖാവ് EMSൻ്റെ മരണാനന്തരം നമ്മൾ ഈ പരിപാടി നല്ല നിലയിൽ സംഘടിപ്പിച്ചു പോരുകയാണ്. ഇന്നലെയും ഇന്നുമായി നടന്ന വിവിധ സെഷനുകളിൽ നമ്മുടെ സമൂഹത്തിൽ EMS നടത്തിയ ഗുണപരമായ ഇടപെടൽ പരാമർശിച്ചിട്ടുണ്ടാവും.
എന്നാലും ഈ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ EMS അനുസ്മരിക്കാതെ നമുക്ക് ഒരു വിഷയത്തിലേക്കും കടന്നു പോകാൻ കഴിയില്ല. EMS അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും തെളിമയാർന്ന പൊതുപ്രവർത്തനത്തിൻ്റെ പ്രതീകവൽക്കരിച്ച നന്മയാണ്. എവിടെയാണ് എൻ്റെ സ്ഥാനം എന്നതിലേക്ക് ദുർബലനായ മനുഷ്യനൊപ്പം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ നിസ്വാർത്ഥമായ ഇടപെടലുകളാണ്. കേവലമായ ഇടപെടലുകൾ എന്നുള്ള നിലയിലല്ല, മറിച്ച് തീവ്രമായ വേഗതയിൽ സാമൂഹ്യ മാറ്റത്തോടൊപ്പം നടന്ന് അതിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ നടത്തിയ ഒരു സമരമാണ്. നവോത്ഥാനത്തിൻ്റെ തുടർച്ചയിൽ വന്ന സാമുദായിക പരിമിതികളെ അതിജീവിക്കാനുള്ള സമര നേതൃത്വമായി, അതിൻ്റെ തുടർച്ചയിൽ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഉജ്ജ്വലമായ ആഹ്വാനം നൽകിയ പ്രതിഭാശാലിയായ നേതാവായി, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീക്ഷ്ണതയിൽ അതിലേക്ക് എടുത്തുചാടിയ കരുത്തനായ ചെറുപ്പക്കാരനായി, അവിടുന്ന് അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന രൂപപരിണാമങ്ങളിൽ ഓരോന്നിലും ഇടപെട്ടുകൊണ്ട് ശക്തമായി പ്രതികരിച്ച് ജനങ്ങളെ നയിച്ച വ്യക്തിയാണ് സഖാവ് EMS. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ തുടക്കം ദേശീയ പ്രസ്ഥാനത്തിലാണെന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ 85 കൊല്ലത്തെ ചരിത്രത്തിലെ ആദ്യത്തെ 60 കൊല്ലവും ഏറ്റവും കൃത്യതയാർന്ന വെളിച്ചമായി നമുക്കൊപ്പം നിന്ന വ്യക്തിയാണ് EMS. EMS ജീവിച്ച ആ 60 കൊല്ലവും അദ്ദേഹം നിർവഹിച്ച ചരിത്രപരമായ ചുമതല മാർക്സിസ്റ്റ് ലെനിനിസത്തിൻ്റെ വെളിച്ചത്തിൽ വർഗസമരത്തിൻ്റെ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങളുടെ പൊതുരാഷ്ട്രീയമാക്കി മാറ്റിയെടുക്കുക എന്ന ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമാണ്. മാർക്സിസ്റ്റ് ലെനിനിസം അതിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്നുകൊണ്ട് വിവിധങ്ങളായ സാമൂഹ്യ ഘടകങ്ങളെ സൂക്ഷ്മ വിശകലനം ചെയ്തു പോകുന്നു. അവിടെ നമ്മുടെ സമൂഹത്തിലുണ്ടായ ഗുണപരമായ മാറ്റങ്ങളിൽ നല്ല ഇടപെടൽ നടത്താൻ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് സാധിച്ചു. ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി EMS അനുസ്മരിക്കുമ്പോൾ കേരളം എന്ന സങ്കല്പത്തെ, അതിൻ്റെ വേറുറപ്പിക്കാൻ, സമൂഹത്തിൽ ഉറപ്പിക്കാൻ EMS നടത്തിയ പ്രവർത്തനങ്ങളെ ചുരുക്കിക്കൊണ്ട് നമുക്ക് കഴിയില്ല. 1.25 കോടി മലയാളികളെന്ന ലഘുലേഖയും കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന തുടർന്നുള്ള പുസ്തകവും കേരളത്തിൻ്റെ ദേശീയ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം തയ്യാറാക്കിയ ശ്രദ്ധാപൂർവമുള്ള പഠനവും അവലോകനവും വിശകലനവും, അതെല്ലാം കേരളം എന്ന സങ്കല്പത്തെ, കേരളീയത എന്ന ആശയത്തെ ഏറ്റവും ശക്തമായി വേരുറപ്പിക്കത്തക്ക രൂപത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ഘടകമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തെ, കേരളത്തിൻ്റെ സാമൂഹ്യ വികാസങ്ങളെ, കേരളത്തിൻ്റെ സാംസ്കാരിക സവിശേഷതകളെ, വളർന്നു വരുന്ന ബഹുജന വിപ്ലവ രാഷ്ട്രീയത്തെയും ബഹുജന സമരത്തെയും മുന്നോട്ട് നയിക്കാൻ ഈ മേഖലകളിലെല്ലാം വരുത്തേണ്ട മാറ്റങ്ങളെ സൂക്ഷ്മ വിശകലനം ചെയ്തുകൊണ്ട് നമുക്കിടയിൽ EMS നടത്തിയ ശക്തമായ ആശയ സമരമുണ്ട്.
ആ ആശയസമരം കേരളത്തെ മാറ്റിമറിച്ചു. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിത ഘടനയെ മാറ്റിമറിച്ചു. കേരളത്തിലെ ഗ്രാമങ്ങളെ നിയന്ത്രിച്ച ഗ്രാമീണ ധനിക വർഗത്തിൻ്റെ സഹസ്രാബ്ദങ്ങൾ നീണ്ടുനിന്ന മേധാശക്തിയെ അത് തല്ലി ഉടച്ചു. ഒരുപക്ഷെ ലോകത്തു തന്നെ അതിസാധാരണക്കാരനായ മനുഷ്യന് സാമൂഹ്യ തുല്യത മുതലാളിത്ത സമൂഹഘടനയിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞ ഏക സ്ഥലം എന്ന അഭിമാനം ഓരോ മലയാളിക്കും നൽകുന്ന തരത്തിലുള്ള സാമൂഹ്യ മാറ്റം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ EMS സാധിച്ചു എന്നത് അദ്ദേഹത്തെ ഒരു വേറിട്ട വ്യക്തിത്വമായി നമ്മുടെ മുന്നിൽ ഉയർത്തി നിർത്തി. ആ EMS നമ്മൾ വർഷം തോറും വീണ്ടും ഓർമ്മിച്ചെടുക്കുമ്പോൾ മാറുന്ന കേരളീയ അവസ്ഥയിൽ, മാറുന്ന ഇന്ത്യൻ അവസ്ഥയിൽ എത്രത്തോളം മുന്നോട്ട് വലിക്കുന്ന ശക്തികളും പിന്നോട്ട് വലിക്കുന്ന ശക്തികളും തമ്മിലുള്ള സംഘർഷ സംവാദങ്ങൾ, പരസ്പര ഇടപെടലുകൾ, ശക്തമായ കിടമത്സരം, അതിലെങ്ങനെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കാം എന്ന പരിശോധനകൾ നിർബന്ധമായും നടത്തേണ്ടതുണ്ട്. എല്ലാ സെമിനാറുകളും ആ ദിശയിൽ പൊതുമുന്നേറ്റത്തെയാണ്, പൊതുപ്രവണതകളെയാണ് വിശകലന വിധേയമാക്കിയത്. അതുകൊണ്ട് ഈ വർഷവും നമ്മൾ ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ സമൂഹഘടനയിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളും പ്രതിരോധവൽക്കരിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളിലെ നിലപാടിനെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇവിടെ ഇന്നലെ നടന്ന ചർച്ചകളിലും ഇപ്പോൾ സീതാറാം നടത്തിയ പ്രഭാഷണത്തിലും ആ വിഷയങ്ങളെയാണ് സൂക്ഷ്മതല സ്പർശിയായി സമീപിക്കാൻ ശ്രമിച്ചത്. അതിസങ്കീർണവും അത്യപകടകരവുമായ ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹാവസ്ഥ ചെന്നെത്തിയിരിക്കുകയാണ്. EMS ജീവിച്ച കാലം അഭിമാനബോധത്തിൻ്റെതാണ്. അത് പ്രതിലോമതയുടെ കറുത്ത അടയാളങ്ങളെ തല്ലിക്കെടുത്തിയാണ്, മാറ്റിമറിച്ചാണ് മുന്നോട്ട് പോയത്. ശക്തമായ തരത്തിൽ അതിന് രാഷ്ട്രീയ പ്രതിലോമതയെ അതിജീവിക്കാനും അതിനോട് സംഘർഷത്തിലേർപ്പെടാനും ചിലപ്പോഴൊക്കെ തോൽപ്പിക്കാനും സാധിച്ചു. നെഹ്റു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ്റിനെ, ആദ്യത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ ഗവൺമെൻറ്റിനെ നമുക്ക് തിരഞ്ഞെടുക്കാനായി. 2 ദശകം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ അധികാര കുത്തകയെ ഇല്ലാതാക്കാനായി. വലിയ മാറ്റങ്ങളാണ്. മുന്നോട്ടുള്ളൊരു കുതിപ്പായിരുന്നത്. മറുഭാഗത്ത് ശക്തമായ ഒരു ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ രൂപപ്പെടുത്താനും സാധിച്ചു. കേരളത്തിനുമപ്പുറത്ത് പടിഞ്ഞാറൻ ബംഗാളിലും ത്രിപുരയിലും ശക്തി ആർജിച്ച് ഇന്ത്യയിലെ പ്രാമാണികമായ രാഷ്ട്രീയ ചേരിയായി ഇടതുപക്ഷത്തെ ഉയർത്തിയെടുത്ത കാലമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണവർഗ താല്പര്യങ്ങൾക്ക് ചുറ്റും അണിനിരന്നുകൊണ്ട്, ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളെ ഉപയോഗിച്ചും നടത്തിയ ജനവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ വലിയൊരളവ് ഇടതുപക്ഷ സാന്നിധ്യം സഹായകരമായി. പാർലമെൻ്ററി ജനാധിപത്യത്തിലും ഇടതുപക്ഷം ഒരു നിർണായക ചേരിയായി. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇടതുപക്ഷാംഗങ്ങൾ 30-40 പേരടങ്ങുന്ന ഒരു ഇടതുപക്ഷ ബ്ലോക്ക് എല്ലായ്പ്പോഴും ഇന്ത്യയുടെ പാർലമെൻറ്റിലുണ്ടായിരുന്നു. ആ ബ്ലോക്കിൻ്റെ പ്രത്യേകത അതൊരു ബ്ലോക്കായിട്ട് അവിടെ ഉണ്ടാവും. യാതൊരു അലസതയുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ പൂർണ്ണസമയം പാർലമെൻ്ററി പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകും. അപ്പോൾ ഈ പാർലമെൻറ്റിൽ എല്ലാവരും എപ്പോഴും ഇരിക്കില്ല. ആദ്യത്തെ ഒരു ഇരിപ്പ് കഴിഞ്ഞാൽ, ആദ്യത്തെ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇവരൊക്കെ ഇറങ്ങിപ്പോയി ചായ പിടിക്കാനും അവിടെ ഇവിടെയൊക്കെ പോകും.
അപ്പോൾ നമ്മളാണ് ഒരു ബ്ലോക്കായിട്ട് അവിടെ എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് ഒരു ഗുണം എന്താ, എപ്പോഴും ഇടപെടാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇടപെടാം. ശക്തമായ ഇടപെടലുകൾ പാർലമെൻ്ററി സംവിധാനത്തിനകത്ത് നന്നായി ജനങ്ങളെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. ആ ഇടതുപക്ഷത്തിൻ്റെ 957 ഒരു ഗവൺമെൻറ് എന്നതിൽ നിന്ന് 977 ആയപ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകൾ വന്നു. 69 വന്ന കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകൾ 69 തെരഞ്ഞെടുപ്പിൽ വന്ന 67 തെരഞ്ഞെടുപ്പിൽ വന്ന കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകൾ അൽപായുസുകളായിരുന്നു. ധാരാളം കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകൾ 67 തന്നെ ഇന്ത്യയിൽ അധികാരത്തിൽ വരികയുണ്ടായി. ബംഗാളിലും കേരളത്തിന് പുറമെ ബംഗാളിൽ ഇടതുപക്ഷ പിന്തുണയുടെ ഗവൺമെൻറ് വന്നത് അപ്പോഴാണ്. തമിഴ്നാട്ടിലും പഞ്ചാബിലും ബീഹാറിലും ഉത്തർപ്രദേശിലും എല്ലാം കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകൾ വന്നു. പക്ഷെ അതെല്ലാം അൽപായുസുകളായ ഗവൺമെൻറ്റുകൾ വളരെ എളുപ്പത്തിൽ തന്നെ അതിനെ അട്ടിമറിക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ 77 ശേഷം പ്രതിപക്ഷ ഗവൺമെൻറ്റുകൾ വന്നതോടുകൂടി തുടർന്നുള്ള രാഷ്ട്രീയ ഘടനയിൽ നന്നായിട്ട് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഇടപെടലുകൾ നടത്താനും നമുക്ക് സാധിക്കേണ്ടായി. ആ ഇടപെടലുകളും നമുക്കൊരു 3 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു എന്ന ഗുണത്തിൽ നിന്നാണ് നമുക്ക് വളർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചത്. വിവിധ സ്ഥലങ്ങളിലായിട്ട് വിളിച്ചേർത്ത മുഖ്യമന്ത്രിമാരുടെ യോഗങ്ങൾ അന്നത്തെ ഭരണവർഗ നയങ്ങൾക്കെതിരായ പ്രതിരോധം ശക്തിപ്പെടുത്താൻ സഹായകരമായി. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഏകാധിപത്യ സ്വരമുള്ള പല പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കാനും കഴിയും. അപ്പോൾ ഗുണപരമായ ഒരു പരിവർത്തന കാലമായിരുന്നു അത്. എന്നാൽ ഇന്ന് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, ഒരു രാഷ്ട്രീയ വലതുപക്ഷം ഭരിക്കുന്ന നാടാണ് ഇന്ത്യ എന്നുള്ളതാണ്. കേരളത്തിൽ നിൽക്കുമ്പോൾ നമുക്കത് അത്രത്തോളം അനുഭവപ്പെടില്ല. പക്ഷെ ഒരു ഇന്ത്യൻ അവസ്ഥയിൽ അപകടകരമായ ഒരു സ്ഥിതിയാണത്. വലതുപക്ഷം ഭരിക്കുക എന്ന് പറയുമ്പോൾ വളരെ പ്രതിലോമവൽക്കരിച്ച വിഭാഗമാണവർ. ഇവിടെ സഖാവ് സീതാറാം സൂചിപ്പിച്ച ഒരു ജനാധിപത്യ മൂല്യവും അവർ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. ഇപ്പോൾ വിദേശത്ത് തന്നെ ഉണ്ടായ 2 സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. അമേരിക്കയിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ട്രംപ് പരാജയപ്പെടുന്നൊരു പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ പാർലമെൻറ്റിന് നേരെ തന്നെ ആക്രമണം നടത്തിക്കളഞ്ഞു. വൈറ്റ് ഹൗസിന് നേരെ, പ്രസിഡന്റിൻ്റെ വസതിക്ക് നേരത്തെ ആക്രമണം നടത്തിക്കളഞ്ഞു. ആ ബ്രസീലിൽ ലുല തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വലതുപക്ഷം, ആ വലതുപക്ഷമൊക്കെ പറഞ്ഞാൽ മതത്തെ, ഇവാഞ്ചലിക്കലായ ഒരു രാഷ്ട്രീയത്തെ വലുതൊരു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു വരുന്ന പ്രതിരോധത്തെ, കേരളത്തിൻ്റെയൊക്കെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണത്. ഇടതുപക്ഷത്തെ അടിച്ചമർത്താൻ മതാധിഷ്ഠിതമായ രാഷ്ട്രീയ ബോധത്തെ, തീവ്ര പ്രതിലോമതയെ ഉപയോഗിച്ചതാണ് ബ്രസീലിലെ ആ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പ്രത്യേകത. എപ്പോൾ ലുലയും അതിനെ തുടർന്ന് ദിൽമയും ഒക്കെ അധികാരത്തിലേക്ക് വന്ന ഒരു പശ്ചാത്തലത്തിൽ വളരെ വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വന്നപ്പോൾ, അതിൻ്റെ അനുരണനങ്ങൾ ലാറ്റിൻ അമേരിക്കയിൽ വന്നപ്പോൾ അതിനെ തോൽപ്പിക്കാൻ മതത്തെയും വിശ്വാസത്തെയും വിപുലമായ തരത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടായി. അത്തരം ഉപയോഗപ്പെടുത്തലിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ ജനങ്ങൾ തോൽപ്പിച്ചപ്പോഴാണ് ജനാധിപത്യേതര മാർഗം ഉപയോഗിച്ചുകൊണ്ട് പാർലമെൻറ്റിനെയും കോടതിയെയും ഒക്കെ ആക്രമിക്കും പോലെ അവർ കയറി ചെന്നത്. അതാണ് വലതുപക്ഷം. നമ്മൾ വിശ്വസിക്കുന്ന മൂല്യങ്ങൾക്കൊപ്പമല്ല അത്. അത്തരം ഒരു വലതുപക്ഷം അതിനേക്കാൾ പ്രതിരോധവൽക്കരിച്ച ഒന്നാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഇന്ത്യ ഏത് കോളത്തിലാണ് വയ്ക്കുക? ജനാധിപത്യത്തിൻ്റെ ഏത് കോളത്തിലാണ് ലോകത്തൊരു ചരിത്ര വിദ്യാർത്ഥി ഇന്നത്തെ ഇന്ത്യയെ വായിച്ചെടുക്കുക? റിപ്പബ്ലിക്കൻ ഇന്ത്യ, നമ്മുടെ റിപ്പബ്ലിക് പ്രഖ്യാപിച്ച പരമാധികാര ജനാധിപത്യ സോഷ്യലിസ്റ്റ്
ആ ഒരു രാജ്യത്തെയാണോ? അതോ വലതുപക്ഷ മൂല്യങ്ങൾക്ക് മുൻഗണന കിട്ടുന്ന ഒരു രാജ്യത്തെയാണ്? സീതാറാം അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, കോർപ്പറേറ്റും വർഗീയതയും സംയോജിപ്പിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു വലതുപക്ഷ മേധാശക്തി ഇന്നത്തെ ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുകയും അധികാരത്തിൽ തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തോളമായി അത് അധികാരത്തിലുണ്ട്. ആ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി ഈ അധികാരത്തെ മുഴുവൻ അത് ദുർവിനിയോഗം ചെയ്യുകയാണ്. വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഇന്ത്യയുടെ പൊതുരൂപം എന്താണ്? അത് ജനാധിപത്യ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പാർലമെൻ്ററി ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള ധാരണകളിൽ ആ സംവിധാനത്തിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള വ്യക്തതയുണ്ട്. കേൾവിക്കത് പാർലമെൻ്ററി ജനാധിപത്യമാണെങ്കിലും അധികാരം മിക്കപ്പോഴും വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. അമേരിക്കൻ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അധികാരങ്ങളുള്ള ഒരാളാണ്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിനേക്കാൾ അധികാരമുണ്ട് ഇന്ത്യൻ എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്ന് കാണാൻ കഴിയും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ഞാൻ എൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സൂക്ഷ്മ പരിശോധനയിൽ ഞാൻ അമേരിക്കയിലൊക്കെ വിദേശ കരാറുകളൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചുള്ള പരിശോധനകളുണ്ട്. ഇവിടെ ഇല്ല. ഒപ്പിട്ട് തന്നെയാണ്. പരിശോധനയൊന്നുമില്ല. പാർലമെൻറ്റ് പരിശോധനകളില്ല. അപ്പോൾ വിപുലമായ അധികാരങ്ങളാണ്. ആ അധികാരങ്ങൾ ഉണ്ടായിരിക്കെ പാർലമെൻറ്റിൻ്റെ ഗുണവും ദോഷവും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ടീവിൽ കേന്ദ്രീകൃതമാണ് ഇന്ത്യൻ പാർലമെൻ്ററി വ്യവസ്ഥയിൽ. പക്ഷേ പാർലമെൻറ്റ് ജനങ്ങളുടെ ആശങ്കകളെ, ആകുലതകളെ, പ്രശ്നങ്ങളെ ഉയർത്താൻ കഴിയുന്ന നല്ലൊരു വേദിയാണ്. അതൊരു സമരവേദിയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പാർലമെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ഈ നല്ല ധാരണയോട് കൂടിയാണ് പങ്കെടുക്കുക. ഈ സ്ഥലം കൊണ്ട് കൂടുതൽ പ്രയോജനം നമുക്ക് കിട്ടില്ല. പക്ഷേ വലിയൊരു സമര ഇടമാക്കി നമുക്കതിനെ ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ എല്ലാ നേതാക്കളും സഖാവ് AKG മുതൽ സീതാറാമൻ പാർലമെൻറ്റിലുണ്ടായിരുന്നു. നമ്മളൊരുപാട് നല്ല സഖാക്കൾ പാർലമെൻറ്റിനകത്തുണ്ടായിരുന്നു. അവരെല്ലാം വളരെ മികവോടുകൂടി ആദ്യമായി ഇന്ത്യൻ പാർലമെൻറ്റിലെത്തിയ ഒരുപാട് മികച്ച പാർലമെൻറ്ററിമാരുണ്ടായിരുന്നു. നമുക്ക് ഇന്ദ്രജിത് ഗുപ്ത പാർലമെൻറ്റിലെ അമിതാഭ് ബച്ചനാണെന്നാണ് എന്നോടൊരു സുഹൃത്ത് കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. മറ്റെല്ലാവരുടെയും മുന്നിൽ നമുക്ക് ഒരുപാട് അംഗങ്ങളൊന്നും വേണ്ട. ഉള്ള ആളുകൾ ഇന്ത്യയിൽ നിന്നാൽ ആ പാർലമെൻറ്റ് അവരെ മുഴുവൻ ശ്രദ്ധിക്കും. നന്നായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇടപെട്ടിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻ്ററി വ്യവസ്ഥയിൽ. ഈ പാർലമെൻ്ററി വ്യവസ്ഥയുടെ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നന്നായി ഇന്ത്യൻ പാർലമെൻറ്റിൽ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ EMSൻ്റെ ആത്മകഥയിലെ ഓർമ്മക്കുറിപ്പിൽ ഒരു അദ്ധ്യായത്തിൻ്റെ തലക്കെട്ട് അധികാരമില്ലാത്ത ഭരണാധികാരി എന്നാണ്. വല്ലാത്തൊരു തലക്കെട്ടാണത്. ഏത് സംഭവത്തെക്കുറിച്ചാണ് അധികാരമില്ലാത്ത ഭരണാധികാരി എന്ന് EMS പറയുന്നത്? അദ്ദേഹം കേരളത്തിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയായ കാലത്തെക്കുറിച്ചാണ്. എത്ര മനോഹരമായ വിശകലനമാണ്. പാർലമെൻ്ററി വ്യവസ്ഥയുടെ പരിമിതികളെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരന് പാർലമെൻ്ററി വ്യാമോഹമുണ്ടായിക്കൂടാ എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്ന ഉജ്ജ്വലമായ തലക്കെട്ടാണ് EMSൻ്റെ ശൈലിയിൽ ആ അധ്യായത്തിൻ്റെ മുകളിലുള്ളത്. EMSൻ്റെ മലയാള ഭാഷ
കുറിച്ച് അറിയുന്നവർക്കറിയാം, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിച്ചവർക്കറിയാം, മലയാള ഭാഷയ്ക്ക് ഇത്ര സൗന്ദര്യമുണ്ട് എന്ന് ഒരു കവിക്കും ഇവിടെ തെളിയിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള കാവ്യാത്മകതയിലാണ് മാർക്സിസം ലെനിനിസത്തിൻ്റെ ഗഹനതയെ EMS ലളിതമായി മലയാളിക്ക് പറഞ്ഞു കൊടുത്തത്. ആ കരുത്തിലാണ് രണ്ടാം പിണറായി ഗവൺമെൻറ് ഉൾപ്പെടെ ഈ സംഘപരിവാറിൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച കേരളത്തിൻ്റെ അടിത്തറ പണിതത് എന്നത് നാം മറന്നുപോകരുത്. ആ അടിത്തറയാണ് പണിത്. ആ അടിത്തറ പണിയാൻ ദൈക്ഷണികമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആ ദൈക്ഷണികത ദന്തഗോപുരത്തിൽ പെട്ടിയിൽ സൂക്ഷിക്കാനുള്ളതല്ല, പടപൊരുതുന്നവൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ളതാണ് എന്ന് ഉറപ്പിച്ച നേതാവായിരുന്നു സഖാവ് EMS. അപ്പോൾ ആ തലക്കെട്ട് EMS കൊടുത്തു. പക്ഷേ EMS പറഞ്ഞ ആ ദൗർബല്യം അതിലുണ്ടെങ്കിലും ആ കാലത്തെ EMS അടയാളപ്പെടുത്തിയത് എങ്ങനെയാണ്? എത്ര സാമൂഹ്യ മാറ്റത്തിൻ്റെ വേഗത ഉണ്ടാക്കിയ പരിവർത്തനങ്ങളാണ് അദ്ദേഹം അടയാളപ്പെടുത്തിയത്. ആ ഗവൺമെൻറ് എങ്ങനെയാണ് നമ്മളെല്ലാം ഓർത്തെടുക്കുന്നത്? എത്രയോ തലമുറകൾ പിന്നിട്ട് പോയില്ലേ? ദശാബ്ദങ്ങൾ പിന്നിട്ടില്ലേ? 28 മാസം ദശാബ്ദങ്ങൾ പിന്നിടുമ്പോൾ, സഹസ്രാബ്ദങ്ങൾ പിന്നിടുമ്പോൾ ഒന്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിലൂടെ അധികാര നിർവഹണം നടത്തിയ ആ 28 മാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിച്ചിരിക്കുന്ന മലയാളിയുടെ, അല്ലെങ്കിൽ മരിച്ചുപോയ മലയാളിയുടെ ആകെ ചരിത്രത്തിലെ അപൂർവ സുന്ദരങ്ങളായ നിമിഷങ്ങളായി തന്നെയാണ് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ബ്രിട്ടീഷ് ഇന്ത്യയിലെ അന്നത്തെ ഭരണവർഗവും അത് മായ്ച്ചു കളയുകയാണ് ചെയ്തത്. പക്ഷേ അത് ജ്വലിച്ചുയർന്ന് നിൽക്കുക തന്നെ ചെയ്യുന്നു മലയാളിയുടെ ഹൃദയത്തിൽ. അപ്പോൾ പാർലമെൻ്ററി സംവിധാനത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടുമ്പോൾ ആ സംവിധാനത്തിൻ്റെ പരിമിതി അറിയാം. ഇത് ബൂർഷ്വാ വ്യവസ്ഥയുടെ ഇടമാണ്, അധികാരങ്ങൾ കുറവാണ്. പക്ഷെ അതിനെ ഉപയോഗിക്കുകയാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ. അപ്പോൾ ആ നിലയിൽ പാർലമെൻ്ററി വ്യവസ്ഥയെ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഉപയോഗപ്പെടുത്തി. അത് ബൂർഷ്വാസി മനസ്സിലാക്കി. ആ ബൂർഷ്വാസിയത്തെ മനസ്സിലാക്കിയപ്പോൾ നമുക്കെതിരായിട്ട് അവർ ആഞ്ഞ് വീശി. ഞാനതിൻ്റെ ആ ഭാഗത്തേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും കേരളത്തിൽ, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും സ്വാധീന കേന്ദ്രമായ ബംഗാളിൽ 3.5 ദശകം നീണ്ടുനിന്ന ഇടതുപക്ഷ ഭരണത്തെ ഇല്ലാതാക്കാൻ എല്ലാ വലതുപക്ഷത്തെയും ഒന്നിപ്പിച്ചുകൊണ്ടൊരു ശ്രമം നടത്തി വിജയിക്കാൻ അവർക്ക് സാധിച്ചു. ഇന്നത്തെ ഈ അവസ്ഥയെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധത്തെ ലേശം ദുർബലപ്പെടുത്തിയത്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് എന്താ? ഇപ്പോൾ പാർലമെൻ്ററി സംവിധാനം, അതാണ് BJP എന്ത് ചെയ്തു ഈ ഒരു ദശകം കൊണ്ട്? അതിൻ്റെ ചലനാത്മകതയെ എന്ത് ചെയ്തു? അത് വലിയ തോതിൽ നിശബ്ദമാക്കപ്പെട്ടു. അതാണ് പാർലമെൻറ്റ്. എത്ര മനോഹരമായ ചർച്ചകൾ നടക്കും പാർലമെൻറ്റിൽ, എത്ര ഗൗരവമേറിയ തരത്തിൽ ഭരണകക്ഷിയെ വിമർശിക്കും പാർലമെൻറ്റിൽ. പാർലമെൻറ്റ് നടത്തിക്കൊണ്ടുപോകുമ്പോൾ ആദ്യത്തെ ഒരു 3 ദിവസം, തിങ്കൾ ചൊവ്വ ബുധൻ, ഗവൺമെൻറ് നിയമങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലം മുതൽ നമുക്കുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ കേൾക്കുന്ന ഒരു രീതിയാണ് പാർലമെൻറ്റിലുണ്ടായിരുന്നത്. ഇപ്പോൾ AKG സംസാരിക്കുമ്പോൾ നെഹ്റു വരും. ഈ അടുത്ത കാലം വരെ തന്നെ നമ്മുടെ പാർലമെൻറ്റ് സംവിധാനത്തിൽ 3 പ്രസംഗങ്ങൾ, ഒന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ BJP, അപ്പോൾ 2 പേരായി. മൂന്നാമത് പാർലമെൻറ്റ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷ നേതാക്കളാണ്. വലിയ സൂക്ഷ്മതയിൽ അതാത് കാലത്തെ പ്രധാനമന്ത്രിമാർ ഈ 3 നേതാക്കളുടെ പ്രസംഗം, ഒന്നാമത്തെ ആ പ്രസംഗം 3 നേതാക്കളായിരിക്കും പ്രസംഗിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി അവർ ആ പ്രസംഗം കേൾക്കും. ജനങ്ങളുടെ വിവിധ ശ്രേണിയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ എന്ന് പറയുമ്പോൾ ജനങ്ങൾ, പാവപ്പെട്ടവർ, തൊഴിലാളികൾ, കൃഷിക്കാർ, അവരുടെ ശബ്ദമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവെന്ന് വരുന്നത്. അവർ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷമാണ്, പാർലമെൻറ്റിൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ അവരെ അവഗണിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് പാർലമെൻ്ററി ജനാധിപത്യം ഇന്ത്യയിൽ വേരൂന്നി. അതിൻ്റെ പരിമിതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഒരു സമരകേന്ദ്രമായി ഇടതുപക്ഷക്കാരായ നമ്മൾ ഉപയോഗപ്പെടുത്തി. ഭരണവർഗ താല്പര്യങ്ങൾ നിരന്തരം ഇന്ത്യൻ പാർലമെൻറ്റിൽ സംരക്ഷിച്ചു പോകുന്നു പല നയങ്ങളിലൂടെ. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പം എന്താ?
ഇപ്പം അത് പൂർണ്ണമായി ഒരൊറ്റ ജോലിയേ ചെയ്യുന്നുള്ളൂ. ഇന്ത്യയിലെ ചങ്ങാത്ത മുതലാളിത്തത്തെ സംരക്ഷിക്കുക എന്ന ജോലി മാത്രം നടക്കുന്ന സ്ഥലമായും വർഗീയ ശക്തികളുടെ ഒരു പ്രദർശന കേന്ദ്രമായും അതിനെ ചുരുക്കുകയാണ്. അത് എങ്ങനെ ചുരുക്കുന്നത്? അവിടെ ചർച്ച നടത്താതെയാണ്. ചർച്ചയില്ലെങ്കിൽ പിന്നെ പാർലമെൻ്ററി ജനാധിപത്യത്തിന് എന്താ പ്രസക്തി? പാർലമെൻ്റ് ജനാധിപത്യം ചർച്ചയ്ക്കാണ്. അവിടെ ശബ്ദം മാത്രമേ ഉള്ളൂ പാർലമെൻറ്റിൽ. പാർലമെൻറ്റിലെ അധികാരം ശക്തമായ വിമർശനങ്ങളാണ്, പരിശോധനകളാണ്. ഗവൺമെൻറ്റിനെ പരിശോധിക്കുകയാണ്, എക്സിക്യൂട്ടീവിനെ പരിശോധിക്കുകയാണ് പാർലമെൻറ്റ്. ആ പരിശോധന ഇപ്പം ഇന്ത്യയിലെ പാർലമെൻറ്റിലുണ്ടോ? കൃത്യമായി ചേരുന്നുണ്ടോ? പാർലമെൻറ്റ് ചേർന്നാൽ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷൻ നോക്കൂ നിങ്ങൾ, വല്ല ചർച്ച അവിടെ നടന്നോ? ചർച്ചകളെല്ലാം നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്നു. ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ തന്നെ ഗവൺമെൻറ്റിനെതിരായി, പ്രധാനമന്ത്രിക്കെതിരായി വിമർശനപരമായി എന്തെല്ലാം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ സംസാരിച്ചോ അത് മുഴുവൻ രേഖകളിൽ നിന്ന് മാറ്റി. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പ്രസംഗിച്ചപ്പോൾ അത് രേഖയിലുണ്ട്, പ്രസംഗിച്ചാൽ രേഖയിലുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പ്രസംഗിച്ചതിലെല്ലാം മോഡി വിമർശിക്കപ്പെട്ടിരിക്കുന്നു, സംഘപരിവാർ വിമർശിക്കപ്പെട്ടിരിക്കുന്നു, RSS വിമർശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ വിമർശന ഭാഗങ്ങളെ മായ്ച്ചു കളഞ്ഞു ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിന്ന്. എത്ര ഭയമാണ് ഇവർക്ക്! അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പാർലമെൻ്റ് ആകട്ടെ അതിൻ്റെ അധികാരഘടനയെ ഭരണഘടനാപരമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സാമ്പത്തിക ബില്ലുകളുണ്ട്, അതല്ലാത്തതുണ്ട്. സംഘപരിവാറിന് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല എന്നതുകൊണ്ട് ചില നിയമങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം തന്നെ കെജ്രിവാൾ നമ്മുടെ ഒരു ഓർഡിനൻസ് ഇപ്പോൾ വന്നല്ലോ. ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണറും കെജ്രിവാളും തമ്മിലുള്ള തർക്കത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ ഉറപ്പിക്കുന്ന ഒരു സുപ്രീം കോടതി വിധിക്ക് എതിരായി സുപ്രീം കോടതി അവധിയിൽ പോകുന്നതിൻ്റെ തലേന്ന് അർദ്ധരാത്രിയിൽ ഒരു ഓർഡിനൻസ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവന്നു. സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന് ഒരു ഉദ്യോഗസ്ഥനെ മാറ്റാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താ ഗവൺമെൻറ്? BJPയുടെ ജനാധിപത്യ സങ്കല്പമാണത്, പ്രതിപക്ഷ ഗവൺമെൻറ്റുകളോടുള്ള സമീപനമാണത്. അപ്പോൾ അദ്ദേഹം വിവിധ കക്ഷി നേതാക്കളെയൊക്കെ സമീപിച്ച് രാജ്യസഭയിൽ ഇത് നമുക്കൊന്ന് തോൽപ്പിക്കാനാകുമോ എന്ന ഒരു ശ്രമം നടത്തി. പാർലമെൻറ്റ് വരാൻ പോണേ ഉള്ളൂ. ഇപ്പോൾ രാജ്യസഭയിൽ ചില നിയമങ്ങളെ നമുക്ക് BJPക്ക് ഭൂരിപക്ഷം. ഇപ്പോഴും BJP തീവ്രമായി നോക്കുന്ന അതാണ്. പാർലമെൻറ്റ് MPമാരുടെ എണ്ണം ഉണ്ടെങ്കിലും നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ഈ നിലയിൽ പ്രതിഫലിക്കുന്നില്ല ഇന്ത്യയിൽ. അങ്ങനെയാണ്. പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ട് BJPക്ക്, അല്ലെങ്കിൽ അവർക്കുള്ള അംഗബലം. അതിൻ്റെ അനുപാതത്തിൽ ഇന്ത്യയിലെ നിയമസഭകളിൽ MLAമാരുടെ എണ്ണം BJPക്കില്ല. അവരലോസരപ്പെടുത്തുന്നൊരു ഘടകം അത്. അതുകൊണ്ട് ഈ സംസ്ഥാനം എന്നുള്ളത് തന്നെ അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവിടെ സീതാറാം പറയല്ലേ, ഈ നമ്മളെ ഇപ്പോഴത്തെ ഒരു സംസ്ഥാന ഘടനയൊന്നും BJPക്ക് ഇഷ്ടമില്ല. ഇപ്പോൾ കർണാടകയെ തോറ്റു. കർണാടകയെ തോറ്റപ്പോൾ BJPയുടെ മുഖപ്രസിദ്ധീകരണമായ RSSൻ്റെ ഓർഗനൈസർ ആ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തി. അപ്പോൾ ഒരു വല്ലാത്ത കൂട്ടരായി ഈ RSS. എങ്ങനെയാണ് കാര്യങ്ങളെ തിരിച്ചുവിടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ താല്പര്യത്തിന് ഏത് തരത്തിലും ഏത് കാര്യവും തിരിച്ചുവിടും. ഇപ്പോൾ സവർക്കറെ ന്യായീകരിച്ചുകൊണ്ട് ആ ലക്കത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു 5-6 കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, കൊട്ടേഷനുകൾ പലത്. ഞാൻ നോക്കുമ്പോൾ EMSൻ്റെ ഒരു പേര് കണ്ടിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു, എങ്ങനെയുള്ള EMSനെ വരുതിരിക്കും. ഒന്നുമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കുറേ സംഘടനകളെ പരാമർശിച്ചു പോകുന്ന കൂട്ടത്തിൽ സവർക്കർ ഉണ്ടാക്കിയ ഒരു സംഘടനയെക്കുറിച്ച് കൂടി ഒരു പരാമർശം EMS നടത്തിയിട്ടുണ്ട്. ആ പരാമർശം കണ്ട് എടുത്തിട്ട് ഏതാണ്ട് EMSനെ ന്യായീകരിക്കുന്ന, സവർക്കറെ ന്യായീകരിക്കുന്ന ഒരാളാണ് EMS എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ അവരുടെ മ്ലേച്ഛ രീതി അവരോട് അപ്ലൈ ചെയ്യപ്പെട്ടു. അതിൻ്റെ അടുത്ത വരിയിൽ കാണുന്നത് എന്താ? ഭാഷാ സംസ്ഥാനങ്ങളോടുള്ള ഇവരുടെ വിയോജിപ്പാണ്. അതിനവരാരെ കൂട്ടുപിടിച്ചത് RSSൻ്റെ സർസംഘചാലകനെയല്ല, സാക്ഷാൽ അംബേദ്കറെയാണ്. അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഷാ സംസ്ഥാനങ്ങളൊന്നും വേണ്ട എന്ന്. അന്ന് അത് വലിയ പ്രശ്നമാവുമെന്ന് അംബേദ്കർ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഓർഗനൈസർ ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം?
ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക ബോധം ഉണ്ടാവും. ഇപ്പം BJP കർണാടകയെ പൂർണ്ണ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചില്ലേ? വർഗീയതയില്ലാത്ത ഒരു അക്ഷരം ആരെങ്കിലും സംസാരിച്ചോ? നരേന്ദ്രമോദി പറഞ്ഞില്ലേ വോട്ട് ചെയ്യുമ്പോൾ ബാലറ്റ് മറ്റേ ഇതിൽ കൈ വെക്കുമ്പോൾ ഇവരുടെ ജയ് ബജ്രംഗദളിയായിട്ട് വോട്ട് ചെയ്യണം. ആ മുസ്ലിമിൻ്റെ 4% സംവരണം പൂർണ്ണമായി ഇല്ലാതാക്കിയില്ലേ? ടിപ്പു സുൽത്താനെ മായ്ച്ചു കളഞ്ഞില്ലേ? നമ്മുടെ സാംസ്കാരിക ധാരയിൽ എവിടെയും മുസ്ലിമിൻ്റെ ഒരംശവും വരാൻ പാടില്ല എന്നുള്ള നിലയിൽ വലിയ തീവ്രമായ ഇടപെടൽ അവർ നടത്തിയില്ലേ? കർണാടകയിൽ ജനങ്ങളവരെ തോൽപ്പിച്ചില്ലേ? എന്താ കാരണം? കർണാടകയുടെ ഒരു പൊതുബോധം, ജനങ്ങളുടെ ഒരു പൊതുബോധം, ആ സംസ്കാരത്തിൻ്റെ ഒരു പൊതുബോധം വരുമ്പോൾ ഇവരെല്ലാം ചേരുന്നതാണ് എന്ന സത്യത്തിൻ്റെ ഒപ്പമാണ് മഹാഭൂരിപക്ഷം ജനങ്ങൾ നിൽക്കുക. ജനങ്ങൾ സത്യം തിരിച്ചറിയുന്നിടത്ത് സംഘപരിവാറിൻ്റെ ഇടം പൂജ്യമാവും എന്നത് വസ്തുതയാണ്. ഇതിനെ അവർ അനുകൂലിക്കുന്നില്ല. ഇതൊക്കെ തകർക്കണം എന്നാണ് അവർ നോക്കുന്നത്. പാർലമെൻ്ററി ഡെമോക്രസിയെ മാത്രമല്ല, ഇന്ത്യയിലെ ഇവിടെ സഖാവ് സീതാരാമൻ സൂചിപ്പിച്ചു, ഇന്ത്യയുടെ വൈവിധ്യത്തെ, അതിൽ ഇന്ത്യയുടെ ഭാഷാപരമായ വൈവിധ്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഭാഷാ സംസ്ഥാനം എന്ന ആശയം വെച്ചിട്ട് കോൺഗ്രസ്, ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തിക്കാൻ ശ്രമിച്ച് പ്രാദേശിക KPCCകൾ രൂപീകരിച്ചപ്പോഴാണ് തമിഴ്നാട്ടിൽ, കേരളത്തിൽ KPCC എവിടെ ഉണ്ടാക്കിയത്? കേരളത്തിൽ KPCC ഉണ്ടാക്കിയല്ലോ. അത് മദിരാശിയുടെ ഭാഗമായിരുന്നല്ലോ, മലബാറൊക്കെ. KPCC ഉണ്ടായില്ല ഇവിടെ. പ്രാദേശികമായ ഈ സംഘടനാ രൂപങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കിയത് ഭാഷാപരമായ പരിഗണനകൾ കൂടി വെച്ചുകൊണ്ടായിരുന്നു. തുടക്കത്തിൽ അവർ ഭാഷാ സംസ്ഥാനം കൊണ്ടുവരാൻ കുറച്ച് മടിച്ചൊക്കെ ചെയ്തു. നമ്മൾ വലിയ ശക്തമായ സമരം നടത്തി. അപ്പോൾ ഇന്ത്യയുടെ വൈവിധ്യത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സവിശേഷതകൾ കാരണമാണ് ഈ രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടിയില്ല ഇതുവരെ. അപ്പോൾ അവരെന്താ എളുപ്പവഴി കണ്ടുപിടിച്ചു? എല്ലാ ബില്ലും ഫൈനാൻസ് ബില്ലാക്കി മാറ്റിയിട്ട് രാജ്യസഭയുടെ അംഗീകാരമില്ലാതെ പാസ്സാക്കിയെടുക്കാം എന്നുള്ള നിലയിലുള്ള എളുപ്പവഴി BJP സംഘടിപ്പിച്ചു. ചർച്ചകളില്ല, വളഞ്ഞ വഴിയിലൂടെ അവരുടെ വർഗ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയാണ്. മോദി സ്തുതി മാത്രം മതി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എന്നേരത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. എന്തൊരവസ്ഥ! ആ വടി പിടിച്ച് മോഡി പോകണമെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഒരു വടി പിടിച്ചിട്ട് മോഡി പോവുകയാണ്. മറ്റേ ദണ്ട്, ആ എറണാകുളത്ത് ഒരു ആക്രി കച്ചവടക്കാരൻ്റെ ഒരു ദണ്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. ഇപ്പോൾ കേസുണ്ടായല്ലോ ഇന്നലെ. ആക്രി കട കാണിച്ചാണ്ട് ഇതാണ് ഞാൻ 5000 കൊല്ലം പിള്ള ഉണ്ടാക്കിയതാണ്, 4000 കൊല്ലം പിള്ളാണ് എന്ന് പറഞ്ഞിട്ട് പല സാധനം വെച്ച കൂട്ടത്തിൽ മൂപ്പരിജാതി ഒരു ആക്രി സാധനം ഒരു ദണ്ടായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നാടതിൽ കുലുങ്ങില്ല എന്നത് മോഡി തിരിച്ചറിയാൻ പോവുകയാണ്. അപ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്നത്? ഏത് ദിശയിലേക്കുള്ള അമിതാധികാരത്തിൻ്റെ ഏറ്റവും കടുത്ത പ്രയോഗത്തിൻ്റെ രംഗവേദിയായി ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത്. ഇത് നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ അമിതാധികാരമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോയി. അതാണ് സീതാരാമൻ പറഞ്ഞല്ലോ, ഫാസിസ്റ്റ് സ്വഭാവമുണ്ട്. അത്യപകടകരമായ അവസ്ഥയാണ്. ചെറുതല്ല ഇത്, കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തവണ കൂടി ഭൂരിപക്ഷം കിട്ടിയാൽ ഇനി ഇന്ത്യയിൽ ഈ സംവിധാനങ്ങളാകെ നിലനിൽക്കുമോ? ഭീഷണിയുടെ സ്വഭാവം നമ്മുടെ ജുഡീഷ്യറിക്ക് നേരെ കൊണ്ടുവന്നിട്ടില്ലേ? എന്തെല്ലാം പ്രസംഗങ്ങൾ ആരൊക്കെ കൊണ്ടൊക്കെയാണ് നടത്തിച്ചേ? നിയമമന്ത്രി, ഇപ്പം ഇന്ത്യയിൽ ഒരു ഗുണമുണ്ട്, ഇപ്പോൾ നിയമ വകുപ്പിൻ്റെ മന്ത്രി ക്യാബിനറ്റ് മന്ത്രിയല്ല. പണ്ടൊക്കെ നിയമവകുപ്പ് നല്ല നല്ല മിടുക്കന്മാരായ സുപ്രീം കോടതി ജഡ്ജിമാരോ വക്കീൽമാരൊക്കെ ആ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. BJPക്ക് അതിൽ പ്രധാനപ്പെട്ട കാര്യമില്ലാത്തതുകൊണ്ട് ഏതായാലും ഭാഗ്യമൊക്കെ നിയമ ഡിഗ്രി ഉണ്ടെന്ന് വിചാരിക്കുക. ദിനംപിള്ള മന്ത്രി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? എല്ലാ ദിവസവും ജഡ്ജിമാർക്കെതിരായിട്ട് സംസാരിക്കുക. സ്പീക്കറോ അദ്ദേഹവും തന്നെ. നമ്മുടെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനോ അങ്ങനെ തന്നെ. ജുഡീഷ്യറിയിലേക്കുള്ള തള്ളിക്കയറ്റവും ജുഡീഷ്യറിയുടെ സ്വതന്ത്ര സ്വഭാവത്തെ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള എക്സിക്യൂട്ടീവിൻ്റെ എത്ര വലിയ ഇടപെടലാണ് നടന്നത്? എങ്ങനെ നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾ അതിൻ്റെ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുക? ഇതാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളോട് എടുക്കുന്ന സമീപനം എന്നതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കയറി ചെന്നാൽ
സംസ്ഥാനങ്ങളെ എങ്ങനെയാണ് അത് ആക്കിക്കൊണ്ടിരിക്കുന്നത്? എല്ലാ അധികാരവും കൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കില്ലേ? ധനകമ്മീഷനെ ഉപയോഗപ്പെടുത്തിയിട്ട്, GST ഉപയോഗപ്പെടുത്തിയിട്ട്, അന്താരാഷ്ട്ര കരാറുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് വ്യത്യസ്തങ്ങളായ തരത്തിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളുടെ മേലെ കയ്യേറില്ലേ? വരുമാനത്തെ കുറയ്ക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ GST ഒക്കെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നമുക്ക് ആകെയുള്ളൊരു സാധനം എന്താ? ഈ ഭൂമി വിൽക്കുമ്പോഴൊരു നികുതി ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ബാലോബൽ 1% കൂട്ടി എന്നൊക്കെ പറയണ്ടായി. ആ ഭൂമി വിൽക്കുമ്പോഴുള്ള ലാൻഡ് നികുതി, ഒരു ഇന്ത്യ ഒരു ലാൻഡ് നികുതി എന്ന് പറഞ്ഞ് അതും കൂടി അങ്ങോട്ട് പിടിക്കാനാ. ഇങ്ങോട്ട് എന്തെങ്കിലും തരുമോ? നമ്മുടെ കേരളത്തിൻ്റെ ധനമന്ത്രി പറഞ്ഞല്ലോ, ഉത്തർപ്രദേശിനൊക്കെ ശതമാനപരമായി നോക്കിയാൽ ഒരു 70% കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്തിന് 60% അവരെ വാർഷിക ബജറ്റിലേക്ക് കേന്ദ്രത്തിനുണ്ട്. ഏറ്റവും കുറവിറക്കാം കേരളത്തിനാണ്. എത്ര വിവേചനപരമാണ്! CNDG എങ്ങനെ ഉപയോഗിക്കുന്നത്? ഏറ്റവും മഹത്തായ പ്രതിരോധം കേരളത്തിലെ ഗവൺമെൻറ് ഉണ്ടാക്കി, അതാണ് കിഫ്ബി. ഇവരൊക്കെ എതിർത്തിട്ടുണ്ട്, കേരളത്തിലെ പ്രതിപക്ഷമൊക്കെ. ആ പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഏറ്റവും മികച്ച ധന മാനേജ്മെൻറ്റിൻ്റെ ഉദാഹരണം അത്. ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ് ഇതുവരെ ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ കിഫ്ബിയിലേക്ക് പണം കിട്ടാൻ സഹായകരമായ രൂപത്തിൽ നമ്മൾ കേരളത്തിൻ്റെ ഏറ്റവും നല്ല നികുതിയെ, അതാണ് വാഹന നികുതി, പെട്രോൾ നികുതി, ഇതിൽ പരം കൃത്യതയുള്ളൊരു നികുതിയില്ല. ആ നികുതി പൂർണ്ണമായി കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് കിഫ്ബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത. അതിനെ വിമർശിക്കുന്നവരൊന്നും ആ ഭാഗം അങ്ങ് മറച്ചു വെക്കും. നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ ഭാഗം ചൂണ്ടിക്കാട്ടിയിട്ടില്ല. കേരളത്തിന് മാത്രമല്ലേ ചെയ്യാൻ കഴിയുള്ളൂ, നമ്മൾ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അതെന്നല്ലേ 10,000 കോടിയുടെ വികസനം ഇവിടെ കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വിപുലീകരണം നടത്തിയത്. അതിനോടുള്ള CNDGയുടെ സമീപനം എന്താ? അതിനോടുള്ള കേന്ദ്ര BJP ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താ? ഇത് ഏറ്റവും വലിയ ദൂർത്താണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളില്ലേ ഇവിടെ? കേരളത്തിൻ്റെ ആ തുടർഭരണത്തിന് അടിത്തറ പാകിയ വികസനത്തിൻ്റെ വിപുലമായ അടിത്തറയാണ് കിഫ്ബി വഴി നമ്മുടെ നിക്ഷേപത്തിലൂടെ നമ്മൾ രേഖപ്പെടുത്തി. മന്ത്രവാദവും ഇന്ദ്രജാലവും ഒന്നുമല്ല. ഏറ്റവും മികച്ച വരുമാനം ജനങ്ങൾക്ക് ഭാവിക്ക് ഉപയോഗിക്കാൻ വേണ്ടി വിനിയോഗിക്കുക എന്ന ശരിയായ ധന മാനേജ്മെൻറ്റാണ് അവിടെ നടന്നത്. എന്താ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ? കേന്ദ്രം തകർക്കില്ലേ? എല്ലാം തകർക്കില്ലേ? അപ്പോൾ നമ്മുടെ ഈ ജനാധിപത്യത്തിൻ്റെ എല്ലാ നന്മകളെയും നിഷ്കാസനം ചെയ്യുക. ഇവർക്കൊരു ലക്ഷ്യമുണ്ട്. ഇവർക്കൊരു ലക്ഷ്യം പൂർണ്ണമായ തീവ്രവർഗീയ വലതുപക്ഷ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുക, വളരെ പ്രാകൃതമായ ഒരു കാലത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക. വളരെ പ്രാകൃതമായ ഒരു കാലത്തിലേക്കാണ് നമ്മളെ നയിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അടുത്തൊരു തലമുറ എങ്ങനെയായിരിക്കുന്നത്, നമ്മുടെ തലമുറ എങ്ങനെയായിരുന്നു എന്നുള്ളത്. എത്ര ജീവസുറ്റ തീവ്രമായ സാമൂഹ്യ ജീവിത പരിമിതികളെ അതിജീവിക്കാനുള്ള സമരോത്സുകമായ ഒരു തലമുറ നമ്മുടെ തൊട്ട് മുന്നിലൂടെയെങ്കിൽ തൊട്ട് പിന്നിലൂടെ കടന്നു വന്നു. ഇപ്പോൾ വളരെ ആപത്താണ്. ഞാനങ്ങനെ പുതിയ തലമുറയെ കുറ്റം പറയാൻ പാടില്ല, എന്നാലും വലിയ ആപത്ത് പിടിച്ചൊരു കാലമാണ്. ഈ കുട്ടികളുടെ എണ്ണം കുറഞ്ഞത് സംബന്ധിച്ചുള്ള ലോക പരിശോധന നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കുട്ടികളുടെ എണ്ണം ലോകത്തൊക്കെ വല്ലാണ്ടേ കുറഞ്ഞിട്ട് വല്ല ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾ. വലിയ പ്രശ്നമാണ്. നോക്കാനാളില്ല വയസ്സന്മാരെ. ഞാനിവിടെ ഇറ്റലിയിലൊന്ന് പോയി. അപ്പോൾ ഒരു വീട്ടിൽ പോയി. ഞാൻ ആ വീട്ടിൽ പോയി ഇങ്ങനെ ഇരുന്നതാ. വന്ന ഉടനെ ആ വീട്ടിലെ വീട്ടമ്മ എന്നെ ഇങ്ങനെ നോക്കി. സഖാവ് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. ഓ, അപ്പോൾ ഒന്ന് പൗഡർ ഇടാം, ക്ഷീണം മാറ്റാനേ. ഞാനാകെ അന്തം വിട്ടിക്കുക. എങ്ങനെ പൗഡർ ഇടും എന്നൊക്കെയാണ് എൻ്റെ ആലോചന. കാരണം സ്ഥലം കുറവാണ്. അപ്പോൾ ഈ വീട്ടമ്മ വേഗം ഓടിപ്പോയി. അവർ തിരിച്ചു വന്നു. അവരുടെ കയ്യിൽ പൗഡർ, വളരെയേറെ ഈ മുഖത്തൊക്കെ തേക്കുന്ന സാധനങ്ങൾ എന്നെ പിടിച്ചിരുത്തി അവരുടെ ഭർത്താവിൻ്റെ മുന്നിൽ നിന്ന് ഈ വീട്ടമ്മ എന്നെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അന്തം വിട്ട് നിൽക്കുക, എന്താ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എനിക്കൊരു പിടിയുമില്ല. ഇപ്പോഴാണെന്ന് വെച്ചാൽ പല പല ചിത്രങ്ങളൊക്കെ എടുക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ ഞാൻ ആശങ്കാകുലനായി ഇങ്ങനെ ചെയ്തു. നമുക്ക് തുടച്ചു. നമ്മുടെ പാർട്ടിയുടെ ഒരു പരിപാടിയാണ്, നമ്മൾ ഇടതുപക്ഷക്കാരുടെ പരിപാടിക്ക് എന്നെ കൊണ്ടുപോയി. അപ്പം പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അവിടെ ജോലി എടുക്കാൻ പോകുന്ന 90% മലയാളികളുടെയും ജോലി, അവർ ജോലി എടുക്കുന്ന വീടുകളിലെ വൃദ്ധന്മാരെ കുളിപ്പിക്കുക, അവരെ കക്കൂസ് കൊണ്ടുപോവുക,
തിരിച്ചു കൊണ്ടുവരിക, അതിൻ്റെ ശേഷം അവിടുത്തെ മുഖമൊക്കെ നന്നായിട്ട് പൗഡർ ഇട്ട് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം ജോലിയാണ് എന്ന തിരിച്ചറിവ് പിന്നീടാണ് എനിക്കുണ്ടായത്. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അത് അത്രയാ ബേസന്മാരുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് തൊഴിലില്ലായ്മ ഉണ്ടാവില്ല. ഈ ഒരു ജോലി ധാരാളമായിട്ട് ലോകത്താകെ കിട്ടും എന്നുള്ളത് ആദ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു മലയാളി എന്ന അഭിമാനബോധം നമുക്കുണ്ട്. മലയാളിക്ക് ഒന്നാമത് തിരിച്ചറിയാൻ കഴിവുണ്ടല്ലോ, ആ കഴിവിലെ പ്രധാനപ്പെട്ട കഴിവ് അത്. പക്ഷേ നമ്മുടെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരൊക്കെ മൈഗ്രേഷൻ നടത്തുക, മനസ്സിലായി ഞങ്ങൾക്ക്? കേരളത്തിലെ മോശം കൊണ്ടോ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഘടനയുടെ മോശം കൊണ്ടോ ഒന്നുമല്ല ഈ പോക്കേ. നല്ല തറവാട്ടിലെ കുട്ടികളുടെ ഇടത്തരക്കാരൊക്കെ എന്തായാലും പഠിച്ചു ഇവിടെ നിൽക്കണ്ടേ? പകരം വിദേശത്തേക്ക് പോവുക. വിദേശത്തേക്ക് പോകാൻ എന്തിനാ? നല്ല വിദ്യാഭ്യാസമല്ല, നല്ല വിദ്യാഭ്യാസം അല്ല പോക്കിൽ. ഞാനൊരു ചായക്കടയിൽ കയറിയപ്പോൾ അവിടെ മേശ ഉടയ്ക്കുന്നത് ആർക്കിടെക്റ്റായ ഒരു കേരളീയ പെൺകുട്ടിയാണ്. പാത്രം കഴുകുന്നത് പിന്നെ MCOM പാസ്സായ ഒരു കേരളത്തിലെ പെൺകുട്ടിയാണ്. 3 മലയാളി പെൺകുട്ടികളവിടെ പാത്രം കഴുകുന്നുണ്ട്, മേശ ഉടയ്ക്കുന്നുണ്ട്. പോരുമ്പോൾ എന്നോട് എൻ്റെ ഒപ്പമുള്ള പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയായിരുന്നു, ഞാൻ പിന്നെ വീട്ടിൽ പറഞ്ഞില്ലായിരുന്നു. യുസി, നമ്മുടെ നാട്ടിൽ പിന്നെ പുതിയ കാലം സൃഷ്ടിക്കുന്ന പുതിയ പ്രശ്നങ്ങളാണ്. ഇത്തരം ഗൗരവമേറിയ പ്രശ്നങ്ങൾക്ക് അതിലേക്ക് മുഴുകി പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ വിസ്മൃതരാകുന്നുണ്ട്. എന്താ രൂപപ്പെട്ടു വരുന്ന പശ്ചാത്തലം എന്താണ്? എന്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നു? ഇവിടെ എന്തുകൊണ്ട് തൊഴിലില്ലായ്മ വരുന്നു? എന്തുകൊണ്ട് പുതിയ തരത്തിൽ നമ്മുടെ ഇന്ത്യയെ പുനർനിർണ്ണയിക്കുന്നില്ല? ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഗുണാംശങ്ങൾ എന്തുകൊണ്ട് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നില്ല? നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുടെ സമൂഹം എന്ന നിലയിൽ ആ യുവതലമുറയെ എന്തുകൊണ്ട് ഫലപ്രദമായി ഉപയോഗിക്കുന്ന കർമ്മ പരിപാടികളിൽ ആ ശാസ്ത്രീയമായ വീക്ഷണങ്ങളെ മുഴുവൻ മാറ്റി, എന്നിട്ട് ഒന്നും ചിന്തിക്കാത്ത പ്രതിലോമപരതയിലേക്ക് പുതുതലമുറയെ ഒതുക്കുന്ന തരത്തിലുള്ള പ്രാകൃത മൂല്യങ്ങൾക്ക് വലിയ പ്രചോദനം നൽകുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ഘടനയുടെ പൊളിച്ചെഴുത്ത് ഇപ്പോൾ നടക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടത്. പൊളിച്ചെഴുത്തുന്ന ഘടകങ്ങളെ നോക്കൂ. നിങ്ങളുടെ പാർലമെൻ്ററി സംവിധാനം, നിങ്ങളുടെ ജുഡീഷ്യൽ സംവിധാനം, നിങ്ങളുടെ വിദ്യാഭ്യാസ സംവിധാനം, നിങ്ങളുടെ സാംസ്കാരിക സംവിധാനം എല്ലാം ആർക്കു വേണ്ടി പൊളിച്ചെഴുതുകയാണ് ഇവിടെ? ഏത് തരത്തിൽ പൊളിച്ചെഴുതുകയാണ് ഇവിടെ? എത്ര ഭീഷണവും ഗൗരവമേറിയ ഒരു സന്നിഗ്ധതയിലാണ് നമ്മൾ ചെന്നെത്തിയിരിക്കുന്നത്. ഇതിനെ മുറിച്ചു കിടക്കണ്ടേ? അതിനെക്കുറിച്ചുള്ള ആലോചനകൾ വേണ്ടേ? ആരാലോചിക്കുന്നു എന്നതാണ് അതിപ്രധാനം. എന്താണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷമാണ് ആ രാഷ്ട്രീയ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എന്നത് തന്നെയാണ്. ഇടതുപക്ഷ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഇടതുപക്ഷ ചുമതല ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം വഹിച്ചൊരു പങ്കുണ്ട്. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. നമ്മുടെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കെ കേരളം എത്തിച്ചേർന്ന ഒരവസ്ഥയുമുണ്ട്. നമ്മളാണ് ഇതിനെല്ലാം മാതൃകയായി ഇടതുപക്ഷത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുക എന്ന വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് കേരളത്തിൽ എന്നതും നമ്മൾ ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നലെയും മറ്റു പ്രസംഗങ്ങളിലും അത് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. വലിയ തോതിലുള്ള അതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് CPM-നെതിരായി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന വലിയ ദുഷ്പ്രചരണങ്ങളാണ്. തുടർഭരണം വന്നതിൽ ആശങ്കാകുലരാണ് ഇവിടുത്തെ വലതുപക്ഷം, ഇവിടുത്തെ UDF, ഇവിടുത്തെ BJP, ഇവിടുത്തെ മാധ്യമങ്ങൾ. അവർക്കെല്ലാം BJP വന്നാലും ഇടതുപക്ഷം ഇല്ലാതാകണം എന്ന ആഗ്രഹമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ പ്രതിരോധിക്കുക EMS ജീവിതാന്ത്യം വരെ നിർവഹിച്ച ഏറ്റവും വലിയ ചുമതലയാണത്. ഇടതുപക്ഷത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഈ വലതുപക്ഷവൽക്കരണത്തെ അതിജീവിക്കുക എന്ന കരുത്താർജിച്ച മികവാർന്ന പ്രവർത്തനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവണം. അതിന് EMS-ൻ്റെ സ്മരണകൾ ഏറ്റവും കൂടുതൽ പ്രചോദനമാകട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. രണ്ട് ചോദ്യങ്ങൾ സഹായി ചോദിച്ചിട്ട് അതിന് മറുപടി അദ്ദേഹം പറയും. We invite you to reply the questions. Yes, Comrades, there are two questions that have come. One is, both are connected with the electoral tactics of how you want to defeat the BJP in 2024. Not so much on why the challenges to democracy and federalism have been mounted,
But one question is saying that Congress is skipping the political responsibility from secular democracy to democracy, which has smell of fundamental Hinduism. In this circumstance, how left can support Congress in some of the states? It may confuse the left-loving people in the states where left has major votes. Then you have the other question. You have been telling a central opposition front against the BJP, but is not fulfilled by the intention so far. Still BJP is ruling the country. Do you think the BJP front can be defeated by secular democratic forces in the coming parliament election? If so, which party will lead the opposition? Do you, CPM, support Congress as the leader of the opposition? How can you believe the Congress? What are the new strategies left and CPM are going to adopt an effective opposition front against BJP? Is CPM ready to compromise at any level to end the fascistic rule of Modi? Then, of course, one other question is, why not CPM General Secretary be a member of Parliament? In China, the Communist Party General Secretary is the ruler of the country and the supreme commander of the military forces of the Red Army. The second part of the question of why I am not an MP, etc., you leave it like that. That is the party's norm. It need not be necessarily have to be an MP in order to discharge your responsibilities, which, I can tell you from my personal experience with them, there or not there, I still continue to do what I am doing. Now, comrades, the main point in both the questions is essentially about our relationship with the Congress party, what you're doing. I think comrades who have raised this question have not really internalized or understood the danger of what fascism means. You don't seem to understand what does fascistic forces mean. What is this conversion of a secular democratic Republic of India into a fascistic Hindutva Rashtra mean? All other forces which are there, naturally they are all forces of, parties of the ruling classes. Congress we have seen in the past, we continue to see it even today. I've told you even while I was speaking, they are the first ones to have dismissed our governments. They are the first ones to have brought in internal emergency. They are a ruling class party. They represent the interests of the ruling classes. At any point of time, what is the major danger that is there before you and the country? For your democratic movement to advance into a revolutionary movement, which is the main force that is the biggest impediment to you? Why should you defend the secular democracy? Let us fight for our revolution. Why do you need the constitution? Why do you need the democracy? We need the constitution, we need the democracy, we need the democratic rights, because that is the founded basis on which we can organize the people. Unless we enlist the support of the people, we cannot move towards the revolution. So if you have to defend that, you have to essentially make sure that the forces who are opposing that, who want to destroy that, they are defeated. In the CPIM's programmatic understanding, in the party program, we say that the BJP is not an ordinary bourgeois party. It is a party guided by the fascistic RSS, whose objective is to convert India into a fascistic Hindu Rashtra. This is your programmatic understanding. Now, what does that fascistic Hindu Rashtra mean? First of all, the first target of that is the communists. And that illusion we should not be that they will not target us. I think I've told you a number of times earlier, last time when they defeated us in Tripura, the BJP immediately, some of their MPs, they were a big celebration. So some of their MPs were saying that, why are you celebrating so much when the Tripura sends only 2 members of Lok Sabha? Then they said they may send only 2 members of Lok Sabha, but defeating the CPIM has got an ideological content for us, and that is the most consistent opposition to the fascistic Hindutva agenda is the communists and the CPIM. Therefore, defeat for them is a big ideological victory for the BJP. That was Modi's answer.
That is one aspect. The second one is that democracy and the democratic rights are essential for me to organize my strength amongst the Indian people. Now, if those rights are removed, that constitutional democracy is removed, a fascistic order comes, then my task of moving towards my revolutionary objectives becomes that much retarded, set back. So, the essential to ensure that these forces do not destroy this constitutional democracy. Thirdly, the many other parties whom we try to unite are also parties of the ruling classes. If they are not parties of the ruling classes, they would be members of my party. They would be members of CPIM. Why are they having different parties? They have different ideologies. They have different objectives. But at any point of time, will they come together to defend Indian constitution and democracy? They may not defend it fully as we would want it, but at least to defeat the forces that are out to destroy it. Okay, I mean, that is the point that we have to understand today. If you think that Modi coming back in 2024 means same thing as usual, things will happen as usual, I think that is where your illusion is. That you are not realizing what is happening in northern India. You are ensconced in Kerala, you think you are secure. How long, I don't know, if you are not able to meet this challenge and defeat them. You go today to North India where you have this bulldozer politics, where Muslims are identified and lynched. You go to the other places where there is a question of hijab or hilal or whatever that is, on the basis of which you are targeting the minority community and not merely intimidating but actually taking their lives. When this poisonous hate and terror campaigns are going on in all over the country, when there are open calls that are being given to saying that the Muslims should should be expelled from the country. You see, this is a challenge, you please understand. If you do not fight the fascist forces as they are advancing, then you are actually collaborating with fascist forces. And you are helping that fascist forces to rise. This is what Georgy Dimitrov taught all of us as in the Communist International, in the United Front Against Fascism. All those who think that one day fascism will come, till then I can do my normal politics, they are actually collaborating with the rise of fascism by not resisting what fascism is doing at every step. You have to resist and you have to defeat them at every step if you want to safeguard your democracy and all the other aspects contained in the Indian Constitution. The CPIM is committed to safeguard this secular democratic order in order to take it towards socialism. So in order to achieve that commitment, all the forces that are willing to come to defeat these fascistic forces will be welcomed, knowing full well the limitations of all these forces. Now tell me, you got innumerable examples in history. Was Roosevelt and de Gaulle and Churchill great friends of communist Soviet Union? Will they not betray the communism later, which is what the Cold War was? The Soviet leaders didn't anticipate that, is it? But at that point of time, defeating Hitler and fascism was essential for the whole world, not only for them. And that United Front was formed. As soon as the war was over, America started the Cold War, attacking the Soviet Union. And the Soviet Union responded by defending itself. So the class battles will take place. They won't stop. Collaborating on one event in order to stop the fascist forces from victory or gaining, which is essential for the sake of survival of democracy in the world, for the survival of the world itself at that point of time. If Hitler had won the Second World War, what would have been the shape of the world developments? So you understand the context in which we are in. It's not that I'm comparing Modi to Hitler, but the point is that you understand at every stage
When these fascist forces are on the ascendancy, if you do not stop them, you will have to face more serious consequences subsequently. And there can be no illusions about the Congress. Now, how are we going to achieve it? They said, who will be the leader? The leader of the, you see, first, how is the CPM envisaging this unity? In India, every state has its own peculiar condition. In Kerala today, it's the Congress-led and the CPM-led fronts which are in opposition to each other, because of which the BJP is not able to gain any ground. That will be the situation in Kerala. In your neighboring Tamil Nadu, under DMK's leadership, all the secular forces have come together. In Telangana and in Andhra Pradesh, in Telangana, the regional party there, that is pitted against the Congress, that will continue to be pitted against the Congress. In Andhra, you have YSR Congress, which actually cooperates with the BJP at the center. It doesn't want to take any opposition to the BJP. The other secular opposition parties will have to unite. Likewise, state by state, in that situation that is there you have to maximize the unity of this Hindutva forces. That doesn't mean all over the country everybody will unite. It cannot happen. It will be state by state, depending on the concrete situations. In Maharashtra, it will be that Maharashtra Vikas Aghadi, MBA. In Bihar, it will be the Mahagathbandhan. So likewise, in all these states, each state will have its own different equation of who will be there together, which are the forces that will come together. And it is post-elections that the front that will form a government, a secular government, that front will emerge only post-elections. That is what happened in 1996. The United Front was formed after the general elections in 1996. In 1998, the NDA was formed. Vajpayee became the Prime Minister after the elections in 1998. In 2004, the UPA was formed after elections, when Manmohan Singh became the Prime Minister. So all this will happen. It is not like a roadmap saying, now you tell me who will be the leader. That is how BJP wants to pose the issue. Who is the alternative to Modi? In 2003 and 4, when we were fighting to displace that time Vajpayee government, same argument. Who is the leader against Vajpayee? Who has the stature to be an opposition leader against Vajpayee? What happened? Vajpayee was defeated. Manmohan Singh became the Prime Minister for 10 years. And we opposed them. We supported them in 2004. Then later, on issues that we deferred, including the nuclear deal, we opposed them. So that we'll decide policy issue later. But first of all, the important point was at that point of time, to save the country, save democracy, save secularism, Vajpayee government had to be defeated. It was defeated. And without our support, that wouldn't have been formed. And it doesn't confuse the people. We are confused who ask this question. But people are not confused. People ask very clearly, do you want to safeguard this constitution and democracy or no? If you don't want to safeguard, yes, you can take your position. But if you want to safeguard, then first defeat these forces who are destroying them. Why did in 2004 General Parliament elections from Kerala, 19 MPs of the LDF were elected? Why? Kerala people were confused. 19 out of 20 were elected when it was declared that the left will support an alternate secular government at the center. And everybody knew that alternate secular government cannot be without the Congress. Whether Congress leadership or not, that's a different question. But without the Congress, it can't be.
But even then, the Kerala people gave us 19 MPs. 19 or 18? 19. 18 MPs. Why? Were they confused? The stronger the left, the stronger the influence on a secular government to pursue pro-people policies. So that's it. So whether you want a secular government at the center, for that the tactics that you will have to employ is to try and maximize the unity of these secular democratic forces so that this fascistic rise can be stopped. If that cannot be stopped, you will have Shengols in every university also. University senates also, you will have Shengols coming. You will have the divine right to rule invoked by Modi now. So, you will have that revivalism and going back to your medievalism and with that sort of a fascistic order. So that is it, government. You understand, our party's tactics are very clear. State by state, we will proceed to maximize the unity of forces that can defeat BJP. In many states, there will be regional parties that are ambivalent against BJP. There we will have to be against those regional parties also. Like Trinamool Congress in Bengal, like YSR Congress in Andhra. In some states, the regional party may not come against BJP because they are afraid of CBI, ED, etc. So that way we have to mobilize the other sets of forces. So that is how it will happen, state by state. And only after elections, that front which will form the government will be formed. And only then the question of who will be the leader will come. It will be obvious who gets the maximum number of MPs will be the leading that coalition. So that is how we are proceeding on it. There is no really a sort of a blueprint on saying that at the national level everybody unite. No. It will be at the state level because people elect their MPs. They don't elect the Prime Minister directly. They elect their MPs. So first let the MPs be elected and then we will see later how it will develop. So that is the manner in which the party is approaching this question of opposition unity. I hope this satisfies your position at the moment. നമ്മുടെ അടുത്ത പ്രഭാഷണം ഇന്ത്യൻ ഫെഡറലിസം പ്രശ്നങ്ങളും സാധ്യതകളും ശ്രീ ആർ മോഹൻ IRS. ബഹുമാനപ്പെട്ട ശ്രീ സീതാറാം യെച്ചൂരി, വേദിയിലെ ബഹുമാന്യരെ, സദസ്സിലെ വിശിഷ്ടാതിഥികളെ, ഇന്ത്യൻ ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും കുറിച്ച് പൊതുരാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വളരെ പ്രൗഢഗംഭീരമായ ചർച്ചയും ചോദ്യോത്തരവും കഴിഞ്ഞ ശേഷം ഫെഡറലിസത്തിൻ്റെ പ്രശ്നങ്ങളും സാധ്യതകളും എന്താണെന്ന് ഇറങ്ങിച്ചെന്നൊരു ദീർഘമായ ചർച്ച നടത്താനുള്ള അവസരം ഇപ്പോഴില്ല. ഈ വിഷയം തന്നെ വളരെ ആഴത്തിലും പരപ്പിലുമുള്ളൊരു വിഷയമായതിനാൽ അതിനോട് നീതി പുലർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഏതാനും ചില പ്രശ്ന സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് എൻ്റെ ചുരുക്കം വാക്കുകൾ ഞാൻ നിർത്താം. ഫെഡറലിസം ലോക അടിസ്ഥാനത്തിൽ എന്താണ് ഈ ഫെഡറലിസം? ഇതിനൊരു ഡെഫിനിഷനുണ്ടോ, നിർവചനമുണ്ടോ? ഒരു നിർവചനം കിട്ടുന്നില്ല. രണ്ട് തട്ടിലുള്ള ഗവൺമെൻറ്റുകൾക്ക് കൃത്യമായ അധികാര വിഭജനം, നികുതി അധികാരങ്ങളുടെ വിഭജനം, ചുമതലകളുടെ വിഭജനം ഇതുണ്ടെങ്കിൽ അതിനെ ഫെഡറൽ ഘടനയെന്ന് വിളിക്കാൻ കഴിയും. UK ഒരു ഫെഡറൽ ഗവൺമെൻറ് അല്ല. ഫെഡറലിസത്തിൻ്റെ ലോക മാതൃകയായി മുതലാളിത്ത രാജ്യമായ അമേരിക്ക 1787 അവരുടെ ഫിലാഡൽഫിയ കൺവെൻഷൻ വഴി രൂപം കൊടുത്ത ഭരണഘടനയെ ഒരു ഫെഡറലിസ്റ്റ് മാതൃകയായി കാണാറുണ്ട്. അന്ന് 43 ഫെഡറൽ പേപ്പറുകളാണ് അതിൻ്റെ അടിസ്ഥാനമായി വന്നത്. അലക്സാണ്ടർ ഹാമിൽട്ടൺ, ജോൺ ജെ, ജെയിംസ് മാഡിസൺ ഇവരെഴുതിയ ഫെഡറലിസ്റ്റ് പേപ്പേഴ്സാണ് അതിൻ്റെ അടിസ്ഥാനമായി വന്നത്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 46 മുതൽ 49 വരെ ചർച്ച ചെയ്തപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ലൂസ് ഫെഡറൽ
വീക്ഷണമല്ല ഉണ്ടായത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. രാജ്യത്ത് മതാടിസ്ഥാനത്തിലൊരു വിഭജനം നടന്നു. ജിന്നയുടെ 2 നേഷൻ തിയറി സ്വീകരിച്ച ശേഷം രാജ്യത്താകമാനം നടന്ന വർഗീയ കലാപങ്ങൾ, അതിനെതിരെ ഭയവിഹ്വലരായ ഒരു സമൂഹം, ഇതിനെ മുന്നോട്ടെങ്ങനെ കൊണ്ടുപോകുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന ഒരു നേതൃത്വം, ഇവരെല്ലാം കൂടി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇരുന്നപ്പോൾ അതിശക്തമായ ഒരു കേന്ദ്ര ഭരണാധികാരം ഉണ്ടാകണമെന്ന ആശയത്തിനൊരു പൊതുസമ്മതി അന്ന് ഭരണഘടനാ സഭയ്ക്കുള്ളിൽ ലഭിച്ചു. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്നു യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. ആ കമ്മിറ്റി ശക്തമായ കേന്ദ്രവും ഒരു ഫെഡറൽ ഘടനയുമാണ് വിഭാവന ചെയ്തത്. ഇതിനെ പിന്നീട് ക്വാസൈ ഫെഡറൽ, അർദ്ധ ഫെഡറൽ വ്യവസ്ഥ എന്ന് KC ബിയറിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ വിളിച്ചെങ്കിലും ചാൾസ് ഹെൻറി അലക്സാൻഡ്രോവിസിനെ പോലെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് ഇന്ത്യ എന്ന് 1958 അദ്ദേഹം എഴുതിയ പുസ്തകം, അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു, അദ്ദേഹം എഴുതിയ പുസ്തകം ഇന്ത്യൻ ഭരണഘടന ക്വാസൈ ഫെഡറൽ അല്ല എന്ന് പറയുകയുണ്ടായി. നമ്മുടെ ഫെഡറലിസം 1916 ലക്നൗ പാക്റ്റിൽ ഫെഡറൽ ഘടനയാണ് വിഭാവന ചെയ്തിരുന്നത്. അന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച് ഒരു ഐക്യപ്പെട്ട ഇന്ത്യയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഒരു ലൂസ് ഫെഡറൽ ഘടന, കേന്ദ്രത്തിന് ടെലികമ്മ്യൂണിക്കേഷൻ, ഡിഫൻസ് ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സ് മാത്രം നൽകിക്കൊണ്ട് മറ്റധികാരങ്ങൾ മുഴുവൻ അന്നത്തെ പ്രോവിൻസസിന് നൽകണമെന്നാണ് 1946 ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനിലെ വിഖ്യാതരായ 3 അംഗങ്ങൾ, ഒരാൾ സ്റ്റാഫോർഡ് ക്രിപ്സ്, നേരത്തെ ക്രിപ്സ് മിഷനുമായി വന്നയാൾ, AV അലക്സാണ്ടർ ആൻഡ് പെത്തിക് ലോറൻസ്, ഇവർ 3 പേരും കൊണ്ടുവന്ന ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയെ ഒരു പരമ ഫെഡറൽ ഘടനയായി, ഒരു ലൂസ് ഫെഡറൽ ഘടനയായി വേണമെന്ന് ആവശ്യം പറഞ്ഞു. പക്ഷേ അതിലൊരു ക്യാവിയറ്റ് ഉണ്ട്. ഇന്ത്യ വിഭജനം സ്വീകാര്യമല്ല, അല്ലെങ്കിൽ പ്രായോഗികമല്ല എന്നായിരുന്നു. വൺസ് ദ പാർട്ടിഷൻ ബിക്കേം എ റിയാലിറ്റി, ഫെഡറലിസത്തെ തൂക്കിയെറിയാവുന്ന ഒരു പുറംചട്ടയായി മാറി ഫെഡറലിസം. അത്രയേ ഉള്ളൂ. ഫെഡറലിസം വാസ് എൻ എക്സ്പീഡിയൻറ്റ്. ഗ്രാനവിൽ ലാസ്റ്റിൻ എന്ന വിഖ്യാത പണ്ഡിതൻ പറഞ്ഞത്, ഫെഡറലിസം ഇന്ത്യയിൽ ഒരു പെൻഡുലം മെത്തേഡ് വഴിയാണ് തീരുമാനിക്കുന്നത്. ഒരറ്റത്ത് യൂണിറ്ററി സിസ്റ്റത്തിലോട്ട് പോകും, അവിടെ പരാജയപ്പെടുമ്പോൾ ഇങ്ങോട്ട് വരും. ഇതാണ് ഇന്ത്യയിലെ ഫെഡറൽ ഘടന. ആർട്ടിക്കിൾ 356 എന്നൊരു അനുച്ഛേദം ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അതൊരു പ്രയോഗിക്കപ്പെടാത്ത അനുച്ഛേദമാകണം. ഇറ്റ് ഷുഡ് ബി എ ഡെഡ് ലെറ്റർ എന്ന് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ പലരും പറഞ്ഞപ്പോൾ അംബേദ്കർ അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു. അംബേദ്കർ അല്ല അത് പറഞ്ഞത്. ഞാനിതിനെ സർവാത്മന പിന്തുണയ്ക്കുന്നു എന്നാണ് അംബേദ്കർ പറഞ്ഞത്. പക്ഷെ എന്ത് സംഭവിച്ചത്? 1951 ഗോപിചന്ദ് ഭാർഗവ പഞ്ചാബിൽ രൂപീകരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരെയാണ് ആദ്യമായി അനുച്ഛേദം 356 പ്രയോഗിക്കപ്പെട്ടത്. അന്ന് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ട മന്ത്രിമാർ ആരൊക്കെയാകണം എന്നതിനെപ്പറ്റി ഹൈക്കമാൻഡും GC ഭാർഗവയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ അദ്ദേഹത്തെ രാജിവെപ്പിക്കുകയും 356 വകുപ്പിൽ 1951 പ്രസിഡന്റ് ഭരണം പഞ്ചാബിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. 1 വർഷത്തോളം നീണ്ടു. രാജേന്ദ്ര പ്രസാദ് നെഹ്റുവിന് എഴുതിയ കത്തിൽ ഇത് ശരിയായ കീഴ്വഴക്കമല്ല എന്ന് പറയുകയുണ്ടായി. പക്ഷേ എന്നാലും 356 വകുപ്പോടെ ഏർപ്പെടുത്തി. രണ്ടാമത് പെപ്സു എന്നൊരു സംസ്ഥാനം ഉണ്ടായിരുന്നു, ഇന്നില്ല. ഹിമാചൽ പ്രദേശിൻ്റെ ചില ഭാഗങ്ങളും പട്യാല ചില രാജസംസ്ഥാനങ്ങൾ, മുൻ രാജസംസ്ഥാനങ്ങൾ ചേർന്ന പെപ്സു, പഞ്ചാബ് ആൻഡ് ഈസ്റ്റ് പട്യാല സ്റ്റേറ്റ്സ് യൂണിയൻ, അവിടെയും വന്നു പ്രസിഡന്റ് ഭരണം. ആദ്യമായി കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ്. സ്വതന്ത്രരും അകാലിദളും ചേർന്ന് രൂപീകരിച്ച ഗ്യാൻ സിംഗ് റാറിവാലിയുടെ ഗവൺമെൻറ് അവിടെയും ഏർപ്പെടുത്തി പ്രസിഡന്റ് ഭരണം. അവിടെ തെരഞ്ഞെടുപ്പ് കേസ് വന്ന് കുറേയധികം സീറ്റുകൾ വേക്കൻ്റ് ആയപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അത് കഴിഞ്ഞ് വീണ്ടും വന്നു പ്രസിഡന്റ് ഭരണം. 1954 ആന്ധ്രയിൽ T. പ്രകാശത്തിൻ്റെ ഗവൺമെൻറ് വീണപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും ചേർന്ന് ഭൂരിപക്ഷം തെളിയിക്കാമെന്ന് ഗവർണറോട് പറഞ്ഞിട്ടും അനുവദിക്കാതെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി. ഇവിടെ പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ ഗവൺമെൻറ് വീണപ്പോൾ വീണ്ടും ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാമെന്ന ആലോചനകൾ നടന്നു. അന്ന് ചെങ്ങാരപ്പള്ളി നാരായണം പോറ്റിയെ കാണാതായ ഒരു സംഭവമൊക്കെ ഉണ്ടായി. പോലീസ് സെർച്ച്, അധികമൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ല. അന്നും വന്നു ഒരു പ്രസിഡന്റ് ഭരണം. ഇങ്ങനെ അഞ്ചാമതായാണ് ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യയിൽ 1959 പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്നത്. പിന്നിങ്ങോട്ട് ഇതിൻ്റെ നീണ്ട പരമ്പരയാണ്, പറയാൻ സമയമില്ല. 118 തവണയാണ് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുഭാഷ് C. കശ്യപ് എന്ന ലോക്സഭാ സെക്രട്ടറി ജനറലിൻ്റെ അഭിപ്രായത്തിൽ എവരി ഇയർ ഓൺ ആൻ ആവറേജ് ട്വൈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ അക്കേഴ്സ് ഇൻ സ്റ്റേറ്റ്സ്.
ശരാശരി എടുത്താൽ 1 വർഷം 2 തവണയെങ്കിലും പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അതിനൊരു അർത്ഥവിരാമം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ? SR ബൊമ്മൈ എന്ന വിഖ്യാതമായ സുപ്രീം കോടതി വിധിയിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താൻ പ്രസിഡന്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ സമ്മതം നൽകുന്നതിന് അടിസ്ഥാനമായ മെറ്റീരിയൽ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണെന്ന് സുപ്രീം കോടതി 1994 വിധിച്ചു. SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ കേസിന് ശേഷമാണ് പ്രസിഡന്റ് KR നാരായണൻ 2 ആർട്ടിക്കിൾ 356 പ്രപ്പോസലുകൾ മടക്കി അയച്ചത് ഉത്തർപ്രദേശിലും ബീഹാറിലും. അങ്ങനെ ഒരു കോടതി ഇടപെടലിലൂടെയാണ് ഫെഡറൽ ഘടനയിൽ ആർട്ടിക്കിൾ 356 ഉപയോഗം കുറഞ്ഞു വന്നത്. ഇന്ന് ഡൽഹിയിൽ 2 കോടതി വിധികളുണ്ടായിട്ടും 2 നിയമനിർമ്മാണം വഴി മറികടന്നിരിക്കുകയാണ്. ഫെഡറലിസ്റ്റിലെ ജുഡീഷ്യൽ റിവ്യൂവും പരാജയപ്പെടുകയാണോ എന്ന സംശയമാണ്. ഇന്ത്യയിൽ അധികാര കേന്ദ്രീകരണത്തിൻ്റെ ദശകമായിരുന്നു 1970-കൾ. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം 352 വന്നപ്പോൾ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകൾ, അന്ന് 2 കോൺഗ്രസ് ഇതര ഗവൺമെൻറ് തമിഴ്നാട്ടിലും ഗുജറാത്തിലും 2 ആർട്ടിക്കിൾ 356 വെച്ച് വിരിച്ചു. അതിനുശേഷം 1991 വീണ്ടും ഒരു സംഭവം നടന്നു. സുർജിത് സിംഗ് ബർണാല ഗവർണർ കരുണാനിധിയുടെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ റിപ്പോർട്ട് കേന്ദ്രത്തിന് അയച്ചില്ല. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടില്ലാതെ അതർവൈസ് ക്ലോസ് ഉപയോഗിച്ച് കേന്ദ്രം കരുണാനിധിയുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. ഇങ്ങനെ അനവധി കഥകൾ. ഇതിൻ്റെ ഇന്ത്യൻ ഫെഡറലിസം ഒരു അസന്തുലിത ഫെഡറലിസമാണ്, അസിമെട്രിക്കൽ ഫെഡറലിസം. സീതാറാം യെച്ചൂരി ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസിൻ്റെ ഒരു സമ്മേളനമാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ നാനാത്വത്തിലെ ഏകത്വത്തിൻ്റെ ശക്തി. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു അസന്തുലിതാവസ്ഥ ഫെഡറലിസ്റ്റിൽ ഉണ്ടായേ തീരൂ. ആർട്ടിക്കിൾ 370, 371, 371F, 371D വിദർഭയ്ക്കുള്ള പ്രൊട്ടക്ഷൻ, ജമ്മു കാശ്മീരിന് ഉണ്ടായിരുന്ന പ്രൊട്ടക്ഷൻ, ഇങ്ങനെ 100 ഇങ്ങനെ അനവധി ക്ലോസുകൾ ഇതിലുണ്ട്. അതുകൊണ്ട് ഒരു യൂണിഫോം ഫെഡറലിസം അല്ലെങ്കിൽ ഒരു യൂണിഫോമിറ്റി, യൂണിഫോം ടാക്സ്, ഇതെല്ലാം തന്നെ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ്. ആ പ്രവണതകൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. ഇനി ഒരു കാര്യം 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ വലിയ ഒരു കൗണ്ടർ ടെൻഡൻസിയാണ് ഗവർണറുടെ റോൾ. ഞാൻ ഇപ്പോഴത്തെ കോൺട്രവേഴ്സിയെ പറ്റി പറയുന്നില്ല. ഗവർണറെ തിരഞ്ഞെടുക്കണമെന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ആദ്യം പ്രൊവിൻഷ്യൽ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തത്. ജവഹർലാൽ നെഹ്റു അടക്കം അതിനെ എതിർത്ത് പിന്നീട് ഗവർണർ നോമിനേറ്റഡ് ഗവർണർ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവർണർ മുഖ്യമന്ത്രിക്ക് മുകളിൽ ഒരു അധികാര കേന്ദ്രമായി മാറും. അത് പാടില്ല. അംബേദ്കർ അടക്കം പറഞ്ഞത് ഗവർണറുടെ വിവേചനാധികാരം ഒരു നാരോ ബാൻഡിനകത്താണെന്നാണ്. പക്ഷേ ഗവർണറുടെ വിവേചനാധികാരം 1967 മുതൽ ഇങ്ങോട്ട് വിപുലീകരിച്ച് ഭരണഘടനയ്ക്ക് വെളിയിൽ കടക്കുന്നതായാണ് കണ്ടത്. പശ്ചിമ ബംഗാളിലെ ധർമ്മവീര അദ്ദേഹം ഒരു മന്ത്രിയുടെ രാജി നേരിട്ട് സ്വീകരിച്ച് ഒരു ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്തു. അതാണ് അജയ് ഘോഷും ജ്യോതിബാസുവും ഇരുന്ന ഗവൺമെൻറ്. അതിനെ പശ്ചിമ ബംഗാൾ ഹൈക്കോടതി അന്ന് ന്യായീകരിച്ചു. പക്ഷേ വീണ്ടും ഇന്ന് കർണാടകത്തിൽ, ഇന്ന് പല സംസ്ഥാനങ്ങളിൽ, ചിലപ്പോൾ കേരളത്തിൽ പോലും നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ കയ്യിലിരിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ TT കൃഷ്ണമാചാരി പറഞ്ഞ 2 വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് ഗവർണർക്ക് ബില്ലുകൾ അംഗീകരിക്കുന്നതിൽ വിവേചനാധികാരമില്ല. കാരണം ആർട്ടിക്കിൾ 200 വിവേചനമില്ല. BN റാവു, ബെനഗൽ നരസിംഹറാവു, കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ, ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കൊടുത്ത നോട്ടിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അനുഭവം മറിച്ചാണ്. തമിഴ്നാട് നിയമസഭ ഇന്ന് അതിലൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ വിഷയം നിർത്തിയ ശേഷം 2 വാക്ക് ധനകാര്യ ഫെഡറലിസത്തെ പറ്റി. ധനകാര്യ ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് അസന്തുലിതാവസ്ഥയുണ്ട്. കേരളത്തിന് പ്രശ്നങ്ങളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള പ്രശ്നമാണ്. നികുതി അധികാരങ്ങളുടെ കേന്ദ്രീകരണം പല കാരണങ്ങളാൽ കേന്ദ്രത്തിലും, ചെലവ് ബാഹുല്യം പല കാരണങ്ങളാൽ സംസ്ഥാനത്തിലും വരുന്നു. ഇതൊരു വെർട്ടിക്കൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നു. ഇതിന് ധനകാര്യ കമ്മീഷൻ വഴിയാണ് ഒരു പരിഹാരമുണ്ടാക്കാൻ ഭരണഘടനയിലെ അനുച്ഛേദം 280 ശ്രമിക്കുന്നത്. പക്ഷേ ധനകാര്യ കമ്മീഷനുകൾ 11ാം കമ്മീഷന് ശേഷം സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്ന ഒരു എൻജിൻ അല്ലെങ്കിൽ വെഹിക്കിൾ, ഒരു വാഹനമായി മാറുകയാണ്. അതിൻ്റെ ഉത്തേജക വാഹനങ്ങളായി മാറുകയാണ്. ഇതിനെതിരെ തമിഴ്നാട് ഗവൺമെൻറ്, വെസ്റ്റ് ബംഗാളിൽ 1977 ഗവൺമെൻറ്, ഇവരെല്ലാം പല റിപ്പോർട്ടുകളും കേന്ദ്രത്തിന് സമർപ്പിച്ചു. പക്ഷേ ഇന്നും സാമ്പത്തികാധികാരങ്ങൾ കേന്ദ്രത്തിൽ തന്നെ നിക്ഷിപ്തമാണ്. ഒരു മാറ്റം ഉണ്ടായത് എല്ലാ കേന്ദ്ര നികുതികളും ഡിവിസിബിൾ പൂളിനകത്ത് വന്നു. അപ്പോഴിതാ വരുന്നു സർചാർജുകളുടെയും സെസ്സുകളുടെയും ബാഹുല്യം കാരണം നികുതി വിഹിതം വീണ്ടും കുറയുന്ന അവസ്ഥ.
അതുകൊണ്ട് ഇന്ത്യൻ ഫെഡറലിസത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവയാണ്. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സാധ്യതകൾ എന്താണ്? സംസ്ഥാനങ്ങൾ കൂട്ടായി അവരുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാര വികേന്ദ്രീകരണം ഫലപ്രദമായി നടപ്പാക്കുകയും കേന്ദ്രത്തോട് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങളുടെ ചെലവ് നിർവഹിക്കാനുള്ള നികുതി അധികാരം തരണമെന്ന് പറയുകയും കേന്ദ്രം അതിന് തയ്യാറാകുകയും ചെയ്യുന്ന ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം, ഇന്നത്തെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം അല്ല. കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഒരു കണക്കിന് ഒരു കൊയേഴ്സീവ് ഫെഡറലിസമാണ്, ഒരു ആധിപത്യ ഫെഡറലിസമാണ്. അതല്ലാതെ ഒരു പിരമിഡൽ ഫെഡറലിസം അല്ല നമുക്ക് ആവശ്യം. ഗാന്ധിയൻ മാതൃകയിൽ പറഞ്ഞതുപോലെ ഒരു വെള്ളത്തിൽ കല്ലിട്ടാൽ കോൺസെൻട്രിക് സർക്കിൾസിലാണ് കല്ല് നീങ്ങുക. അതുപോലൊരു ഫെഡറലിസം ആയിരിക്കണം. പഞ്ചായത്ത്, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, ഒന്നിനു മുകളിൽ ഒന്നായിട്ടുള്ള വ്യവസ്ഥയല്ല. ഇതാണ് ഇതിനൊരു സാധ്യതയായി കാണാൻ കഴിയുന്നത്. വിഷയം വളരെ ദീർഘമാണ്, അത് പറയാൻ സമയമില്ല. രാജമന്നാർ കമ്മിറ്റിയെ നിയമിച്ചതിനൊരു ഒരു രസകരമായ കഥയുണ്ട്, അത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എം കരുണാനിധി തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം അന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന EMS ആയിട്ടൊക്കെ വളരെ വിശദമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. രാജമന്നാർ കമ്മിറ്റിയെ നിയമിച്ചു. രാജമന്നാർ കമ്മിറ്റിയെ നിയമിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനം കിട്ടിയതിനെ പറ്റി അദ്ദേഹം മരിച്ചപ്പോൾ ഫ്രണ്ട് ലൈൻ വാരിക എഴുതി. എത്ര സത്യമാണെന്ന് എനിക്കറിയില്ല. ഫോർട്ട് സെൻറ്റ് ജോർജ് തമിഴ്നാട് സെക്രട്ടേറിയറ്റിൻ്റെ തട്ടകം ഒന്ന് മിനുക്കണമെന്ന് അദ്ദേഹത്തിനൊരു ആഗ്രഹം. ഇത് പഴകി ദ്രവിച്ചിരിക്കുകയാണല്ലോ. അന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, CM അദ്ദേഹത്തിന് താങ്കൾക്ക് ഇതിന് കഴിയില്ല. എന്താ കഴിയാത്തത്? ഇതൊരു ആർക്കിയോളജിക്കൽ മോണമെൻ്റാണ്, കേന്ദ്ര വിഷയമാണ്. ഞാനിരിക്കുന്ന മന്ദിരത്തെ പെയിൻ്റ് അടിക്കാൻ പോലും കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയായാണ് ഫെഡറൽ ഘടനയിൽ ഞാൻ തുടരുന്നത്. ഇതിനെ അന്വേഷിക്കാൻ ഒരു സമിതി വേണം. അങ്ങനെയാണ് ജസ്റ്റിസ് രാജമന്നാർ ഇത് പഠിച്ചതും റിപ്പോർട്ട് സമർപ്പിച്ചതും. റിപ്പോർട്ടുകൾ ധാരാളമുണ്ട്. പ്രശ്നങ്ങൾ ഇതൊക്കെയാണെങ്കിലും സാധ്യതകൾ സംസ്ഥാനവും കേന്ദ്രവും തദ്ദേശ സ്ഥാപനങ്ങളും ഒരു കോൺസെൻട്രിക് സർക്കിൾസ് പോലെ, വെള്ളത്തിൽ കല്ല് വീഴുന്നത് പോലെ സഞ്ചരിച്ച് ഒരു വികേന്ദ്രീകൃത വ്യവസ്ഥയിൽ നീങ്ങുന്ന ഒരു വ്യവസ്ഥയുണ്ടായാലേ പറ്റൂ. അതിനായുള്ള സമരങ്ങൾ അശോക് മേത്ത കമ്മിറ്റിയുടെ ഭിന്നാഭിപ്രായക്കുറിപ്പിൽ EMS രേഖപ്പെടുത്തിയിട്ടുണ്ട്, അശോക് മേത്ത കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ അതിനുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, കർണാടകത്തിൽ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പരിശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചാലേ മതിയാകൂ. ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥകൾ അർത്ഥപൂർണ്ണമാകണമെങ്കിൽ മറ്റു മാറ്റങ്ങൾ നടന്നാലേ മതിയാകുള്ളൂ. ചുരുങ്ങിയ സമയം കൊണ്ട് വിഷയത്തോട് ഞാൻ അനീതി പുലർത്തിയിട്ടുണ്ട്, ക്ഷമിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. മറ്റൊരു സ്പീക്കർ കൂടി എനിക്ക് പിന്നാലെയുണ്ട്. എന്നെ ഇത്രയും ക്ഷമയോടെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. നന്ദി മോഹൻ. അടുത്തതായി ശ്രീ അൻവർ സാദത്ത്, നിരീക്ഷിത ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എഴുതാം, അവരതിന് മറുപടി പറയുന്നതാണ്. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നിരീക്ഷിത ജനാധിപത്യവും മനുഷ്യാവകാശവും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സർവലൻസ് സ്റ്റേറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതും, അതുപോലെ ആരെയാണ് ഡെമോക്രസിയുടെ ഭീഷണി, ജനാധിപത്യത്തിലുള്ള ഭീഷണി, രാജ്യത്തിനകത്തുള്ള ഭീഷണി, രാജ്യത്തിനുള്ള ഭീഷണി, അത് മറ്റ് രാഷ്ട്രങ്ങളും ഉണ്ടാവാം. അതല്ലാതെ ഇതിനെല്ലാം ഉപരിയായി എക്സ്ട്രാ ടെറിട്ടോറിയൽ നാഷണൽ എന്നുള്ള ലെവലിൽ ഈ സാമ്പത്തിക ശക്തികളുടെ, കുത്തക കമ്പനികളുടെ ഭീഷണിയാവാം. ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു അനുച്ഛേദമാണ്. ഇതിൻ്റെ ഈ മനുഷ്യാവകാശവുമായി വളരെ നേരിട്ട് ബന്ധപ്പെട്ടതാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ 2023 റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡറിൻ്റെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് നോക്കുമ്പോൾ ലോകത്തെ 180 രാജ്യങ്ങളിൽ 161 ഇന്ത്യയുടെ സ്ഥാനം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്ക പോലും അത് 100 നില മെച്ചപ്പെടുത്തുമ്പോഴാണ് 160 സ്ഥാനത്ത്. കഴിഞ്ഞ വർഷം അത് 150 അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് വളരെ ഓടിച്ച് അവതരിപ്പിക്കുകയാണ്. 5 കാര്യങ്ങളാണ് പ്രധാനമായും അന്താരാഷ്ട്ര തലത്തിൽ പഠന വിധേയമാക്കിയത്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നതും എന്നാണ് പൊതുവെയുള്ള ഒരു ധാരണയും. അവിടെയാണ് 180-ൽ 161 സ്ഥാനത്തേക്ക് മാറുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം ഈ മീഡിയയുടെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റാണ്. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 169. 181-ൽ 169. അതായത് അത് രണ്ടാമത്തത് വരുന്നത് ലീഗൽ ഫ്രെയിം വർക്ക്, ഇവിടെ നടത്തിയിട്ടുള്ള നിയമപരമായിട്ടുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ട കാര്യം, എക്കണോമിക് കോണ്ടെക്സ്റ്റ്,
സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ജേർണലിസ്റ്റുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നമ്മുടെ സ്ഥാനം 172ആണ്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഇതാക്കാം. അവർ ആ റിപ്പോർട്ട് വ്യത്യാസം പറയുന്നത് ദ വയലൻസ് എഗെയിൻസ്റ്റ് ജേർണലിസ്റ്റ്, പത്രക്കാർക്കെതിരെയുള്ള ആക്രമണം, പൊളിറ്റിക്കലി പാർട്ടിസാൻ മീഡിയ, അതിൻ്റെ ആ മീഡിയ കോൺസെൻട്രേഷൻ ഓഫ് മീഡിയ, ഇതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതായത് എക്സാമ്പിളായിട്ട് തന്നെ പറയുന്നത്, ഒരു ഉത്തരേന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 4 ദിനപത്രങ്ങൾ അതിൻ്റെ ഉടമസ്ഥരാണ് അവിടുത്തെ 3/4%, ആ ഹിന്ദി സംസാരിക്കുന്ന 3/4% പ്രദേശത്തെയും ദിനപത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ 1 ലക്ഷം ദിനപത്രങ്ങളുണ്ട്, 300ഓളം TV ചാനലുകളുടെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് തുടങ്ങുന്ന സമയത്ത് 2002 ഈ ഇൻഡെക്സ് ഒരു വലിയ ഔദ്യോഗികമായിട്ട് ഇന്ത്യ ഇതിനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ നമുക്കതിനെ വലിയ ഒരു അബ്സ്ട്രാക്റ്റ് ട്രൂത്തായിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇതൊരു ഇൻഡിക്കേഷനാണ്. കാരണം 2002 21 വർഷം മുമ്പ് ഇത് തുടങ്ങുമ്പോൾ 80ാമത് സ്ഥാനമായിരുന്നിടത്താണ് 161ലേക്ക് വന്നത്. അത് ഈ കഴിഞ്ഞ 10 വർഷത്തെ അവസ്ഥ എന്ന് പറയുന്നത് പ്രധാനമായും നിയമങ്ങൾ, സൈബർ നിയമങ്ങളിലൂടെയാണ് ഈ സർവൈലൻസും മറ്റുള്ള കാര്യങ്ങളും കൂടുതൽ കൊണ്ടുവന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡാറ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്, വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ വാർത്തകൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില വാർത്തകൾ നോക്കൂ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതിൽ വരുന്നത് കോവിൻ ഡാറ്റാ ബേസിൽ ചോർച്ച സംഭവിച്ചിരിക്കുന്നു. 110 കോടി ആളുകളുടെ ഡാറ്റ ഉള്ളതാണ് കോവിൻ ഡാറ്റാ ബേസ്. അത് ഔദ്യോഗികമായിട്ട് കോവിൻ്റെ ഒറിജിനൽ പോർട്ടൽ ചോർന്നിട്ടില്ല. അത് ആക്സസ് ചെയ്ത ചില ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ഇതിലേക്ക് ഉപയോഗിച്ച വിവരങ്ങളാണ് ചോർന്നത് എന്നുള്ളതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. 2022 ചോർന്നു. അപ്പോൾ ഇപ്പോൾ ചോർന്നതല്ല, മുമ്പ് ചോർന്നതാണ് എന്നാണ് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുമ്പ് ചോർന്നത് എങ്ങനെയാണ്, എന്താണെന്നുള്ള വിശദാംശങ്ങൾ പബ്ലിക് ഡൊമൈനിലില്ല. ഇത് ചെയ്യാൻ IT ആക്ട് പ്രകാരം അധികാരപ്പെട്ട ഏജൻസിയാണ് CERT, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഓഫ് ഇന്ത്യ. അത് ഇതുവരെയും ഇത്തരം ഡോക്യുമെൻറ്റ് പബ്ലിക് ഡൊമൈനിലില്ല. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ ട്വിറ്റർ മുൻ CEO ഡോർസയുടെ അനുഭവങ്ങൾ പറഞ്ഞത്, അത്തരം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കത് നോക്കുന്നത് ഇതിൻ്റെ മറ്റൊരു വാർത്ത, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ എന്ന് പറയുന്ന ദേശീയ തലത്തിൽ ഈ സർക്കാർ ഗവേണൻസ് കമ്പ്യൂട്ടർവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഏജൻസിയെ, നേരത്തെ BSNL ഒക്കെ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറഞ്ഞ ഏജൻസിയെ പ്രൈവറ്റൈസ് ചെയ്യാൻ പ്രപ്പോസൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിന് മെക്കൻസ്കിയൊക്കെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം ഇനി വേറൊരു കാര്യം കൂടെ, ഫെഡറലിസത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത്, വൺ കൺട്രി വൺ പോളിസി അല്ലെങ്കിൽ വൺ ഡാറ്റ എന്നുള്ള തലത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാനം കൈകാര്യം ചെയ്തിരുന്ന, ഇപ്പോൾ കേരളത്തിലെ കുട്ടികളുടെ 1 മുതൽ 12 വരെയുള്ള കുട്ടികളുടെ 10, 47, 50 ലക്ഷം കുട്ടികളുടെ വിവരങ്ങളുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ കേരളമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ എണ്ണം എത്ര ക്ലാസ്സിൽ എത്ര എണ്ണം എന്ന് മാത്രം കൊടുക്കുമ്പോൾ ഇനി മുതൽ അങ്ങനെയല്ല, ഓരോ കുട്ടിയുടെയും ആധാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ വേണം എങ്കിലേ നിങ്ങൾക്ക് ഫണ്ട് തരൂ എന്നുള്ള ആവശ്യപ്പെടുന്നൊരു സംവിധാനം. ജനന മരണ രജിസ്ട്രേഷൻ്റെ വിവാഹ രജിസ്ട്രേഷൻ്റെ അധികാരി സ്റ്റേറ്റ് രജിസ്ട്രാർ, പഞ്ചായത്ത് ഡയറക്ടർ ആയിരിക്കുമ്പോഴും ആ വിവരങ്ങൾ വാങ്ങിക്കുക. അങ്ങനെയുള്ള വലിയ ഒരു കേന്ദ്രീകൃത വിവര ശേഖരണത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കാണ് പിന്നീട് നടക്കുന്ന പല സംഭവങ്ങളും. ഇതിനെല്ലാം ഉപോത്ഭകമായത് നിയമങ്ങളാണ് എന്നുള്ളതാണ് സത്യം. ഇവിടെ ആധാർ ചോർച്ചയുമായി ബന്ധപ്പെട്ടൊരു കാര്യം, നമ്മുടെ ഒരു പേഴ്സണൽ വിവരം ചോർന്നു പോയാൽ അതുമൂലം ഉണ്ടായുള്ള ഒരു വലിയ നഷ്ടം, അതും ഇന്നത്തെ പത്രത്തിലുണ്ട്. ഇവിടെ 30,000 കോടിയുടെ GST തട്ടിപ്പ് ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ വന്നുള്ള ഇന്നത്തെ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് 30,000 കോടിയുടെ GST തട്ടിപ്പ് 16 സംസ്ഥാനങ്ങളിലായിട്ട് നടത്തി. 4,000 ഷെൽ കമ്പനികൾ ഉണ്ടാക്കിയത്. അതിൽ 18,000-ഓളം ആളുകളുടെ പേഴ്സണൽ ഡാറ്റ ആധാറും പാനും മോഷ്ടിച്ചാണ് അവരുടെ പേരുകളിലൂടെയൊക്കെയാണ് ഈ കാര്യങ്ങൾ ട്രാൻസാക്ഷൻ നടത്തിയതും മറ്റുള്ള കാര്യങ്ങളാണ്. 30,000 കോടിയുടെ GST തട്ടിപ്പ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ നമുക്ക് അത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന എളുപ്പമല്ല. എന്താണ് എൻ്റെ ഡാറ്റ കൊടുത്താൽ, എൻ്റെ ഡാറ്റ പോയാൽ എന്താണ് ഡാറ്റ സുരക്ഷ, ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അവരുടെ പ്രാദേശിക ഭാഷ, മതം, ജാതി ഏതൊക്കെ ലെവലത്തിൽ വേർതിരിക്കാൻ പറ്റുമോ ആ തരത്തിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനമാണ് സർവലൻസ് റെജീമിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായ ഡാറ്റ വേണം. ഇത് സർക്കാരുകൾക്ക് മാത്രം കഴിയില്ല. ഇത് ചെയ്താണ് കമ്പനികളുടെ വരുമാനം വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് രാജ്യസുരക്ഷയുടെ പേരിലാണ് നിയന്ത്രണങ്ങൾ വരുന്നത്. പക്ഷേ ആ സുരക്ഷയുടെ പേരിലെ നിയന്ത്രണങ്ങൾ അഹിതകരമായ കാര്യങ്ങൾ നിയന്ത്രിക്കാനും അതിൻ്റെ മറവിൽ നിരീക്ഷണം ശക്തമാക്കാനും തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അത് സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ രത്ന ചുരുക്കം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിൽ 2017 ജസ്റ്റിസ് പൊട്ടസ്വാമി കേസിൽ വന്ന ആർട്ടിക്കിൾ 21 ഭാഗമായി സ്വകാര്യത, പ്രൈവസി എന്നുള്ളത് മൗലികാവകാശമായി എന്ന് പ്രഖ്യാപിച്ചതാണ്. അന്ന് ആവശ്യപ്പെട്ടു സുപ്രീം കോടതിയുടെ ബെഞ്ച് ആവശ്യപ്പെട്ടു, ഇതിനു വേണ്ടി നിയമം വേണം, ഇങ്ങനെ തോന്നിയ പോലെ ഡാറ്റ കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ഇതിനു വേണ്ടി നിയമം വേണമെന്ന് പറഞ്ഞു. ജസ്റ്റിസ് ശ്രീകൃഷ്ണയെ അതിനുവേണ്ടി നിയമിച്ചു. അദ്ദേഹം 2018 റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല. 2019 മറ്റൊരു ഡ്രാഫ്റ്റ് ബില്ല് പുറത്തു വന്നു. ആ ബില്ല് കുറേയൊക്കെ പോസിറ്റീവായിരുന്നു എന്ന് പറയാം. ഇപ്പോഴത്തെ നോക്കും 2019 ബില്ല്, കോവിഡിന് മുമ്പാണ്, ഡാറ്റ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്. ആ ബില്ലിൻ്റെ പേര് പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ PDP ബില്ല് എന്നുള്ളതായിരുന്നു. എന്നാൽ അതിൽ 98 സെക്ഷൻ ഉണ്ടായിരുന്ന ആ നിയമത്തെ 2022 ഇപ്പോൾ അതും കരടാണ്, ബില്ലാണ്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ, ശീതകാല സമ്മേളനത്തിൽ അത് ബില്ലാവും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഡ്രാഫ്റ്റാണ് വരുന്നത്. പക്ഷേ പുറത്താക്കിയ ഡ്രാഫ്റ്റിൽ 98 പകരം 30 സെക്ഷനുകൾ മാത്രമാണ് ഉള്ളത്. എന്ന് മാത്രമല്ല, ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2022 എന്നുള്ള പേരിട്ടിട്ട് അതിൽ ഈ ഡാറ്റ പ്രിൻസിപ്പൾ, നമ്മൾ ഡാറ്റയുടെ അധികാരി, എന്നെക്കുറിച്ചുള്ള ഡാറ്റ കൊടുക്കുന്ന ആൾ പ്രിൻസിപ്പൾ, അത് കൈകാര്യം ചെയ്യുന്ന ഡാറ്റ ഫിഡ്യൂഷ്യറി, നമ്മൾ വേണമെങ്കിൽ ഡാറ്റ രക്ഷാധികാരി എന്ന് പറയാം. ഈ തമ്മിലുള്ള ഫിഡ്യൂഷ്യറി എന്ന് പറയുന്ന രക്ഷാധികാരികൾക്ക് എന്ന് പറയുന്ന കുറച്ച് സംവിധാനങ്ങൾ വരുത്തി ഡാറ്റ നൽകുന്ന നമുക്കും കൂടെ ബാധ്യത വരുത്തുകയും നമ്മുടെ ഡാറ്റ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അത് കൺസെൻറ്റ് എന്നുള്ള പേരിൽ അനായാസേന ഉപയോഗിക്കാനുള്ള അവസരം നൽകുന്നു എന്നുള്ളതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിമർശനം. അതുമാത്രമല്ല, സ്റ്റേറ്റിന് എമർജൻസി സിറ്റുവേഷനുകൾ, അതാണ് പ്രത്യേകം, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക് ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ല എന്ന് പറയുമ്പോൾ വിവരാവകാശ നിയമം വെച്ച് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പരിരക്ഷ പോലും പൂർണ്ണമായും ഇല്ലാതാകും എന്നുള്ളതാണ് ഈ ഡാറ്റ സംരക്ഷണ ബില്ലിൻ്റെ ഈ പറയുന്ന കരട് പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കുമ്പോൾ വരുന്ന കാര്യം. 3 കാര്യങ്ങളാണ് അന്നത്തെ സുപ്രീം കോടതി വിധി ഈ പൗരൻ്റെ വിവരങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ചെയ്യേണ്ടതായി പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇത്തരം ഒരു ഇൻവേർഷൻ, അതിക്രമിച്ച് കടക്കൽ, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് അതിക്രമിച്ച് കടക്കുന്നതിന് വളരെ യുക്തിസഹമായ ഒരു കാരണം വേണം. കോടതി വിധിയുടെയോ അല്ലെങ്കിൽ ശക്തമായ പ്രൂവണായിട്ടുള്ള ഒരു യുക്തിസഹമായ കാരണം വേണം. രണ്ടാമത്തത്, ആവശ്യങ്ങൾക്ക് ആനുപാതികമായിട്ട് വേണം. നിങ്ങളെ കയ്യിൽ നിന്നൊരു വിവരം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആണ് എന്ന് തിരിച്ചറിയാനുള്ള വിവരം മാത്രമാണ്. നിങ്ങളെ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും എത്ര സ്വത്തുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കണം. അത് പ്രൊപ്പോർഷനേറ്റ് ടു ദ ഡിമാൻഡ്, ആവശ്യത്തിന് അനുവാദികമായിട്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം കോടതി പറഞ്ഞത്, ഇതിന് ഈ അവകാശം, വ്യക്തികളുടെ സ്വകാര്യത അവകാശം സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായ ഒരു നിയന്ത്രണ സംവിധാനം, റെഗുലേറ്ററി മെക്കാനിസം വേണം എന്നുള്ളതാണ്. ആ കാര്യമാണ് പൂർണ്ണമായും തകിടം മറിച്ചത്. കാരണം ഇത്തരം പരാതികൾ വന്നാൽ ഉണ്ടാകുന്ന റെഗുലേറ്ററി മെക്കാനിസം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത് എന്നുള്ള തരത്തിലേക്കാണ് അതിനെ മാറ്റിയത്. പാർലമെൻറ്റ് നിയമം പാസ്സാക്കുന്നു, എക്സിക്യൂട്ടീവ് അത് നടപ്പാക്കുന്നു, ജുഡീഷ്യറി അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നുള്ള സ്ഥിരം മാറ്റി പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കി ജുഡീഷ്യറിയെ പോലും ഒരു പരിധിക്ക് മാറ്റി നിർത്തി എക്സിക്യൂട്ടീവ് ഈ പറയുന്ന ഒരു ആക്ടിന് അനുസരിച്ചായിരിക്കണം ചട്ടം, ആക്ടിന്
എൻ്റെ പരിധിയെല്ലാം കഴിഞ്ഞിട്ടാണ് ചട്ടം വന്നത്, ഇത് കരട് വന്നത്. ഇനി 2 മാസം മുമ്പ് 2023, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി, 2023 ഏപ്രിൽ 6 നിയമമായ അല്ലെങ്കിൽ എനാക്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് അമെൻമെൻറ്റ് റൂൾസ് 2023 എന്ന് പറയുന്ന നിയമം. അതിന് മുമ്പ് തന്നെ 2011 ഇന്ത്യൻ സൈബർ നിയമം 2000-ലാണ് വരുന്നത്, 2009 അമെൻഡ് ചെയ്തു. അതിനുശേഷം കുറേ മാർഗനിർദ്ദേശങ്ങൾ വന്നിരുന്നു. ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത് മധ്യവർത്തികൾ, ഇപ്പോൾ സൈബർ കഫേ വരുന്നു, സോഷ്യൽ മീഡിയ ഒക്കെ ആ നിർവചനത്തിലേക്ക് പിന്നെ വരുന്നു. അതായത് നമ്മുടെ വിവരം നമ്മൾ നൽകുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ളൊരു സംവിധാനം ഒരുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അവർക്കൊരു ഒരു ഒരു സേഫ് ഹാർബർ ഉണ്ടായിരുന്നു, ഒരു പരിരക്ഷ ഉണ്ടായിരുന്നു. എന്താണ്? ഞാനാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഞാനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ട്വിറ്റർ ഞാനാണെന്ന് വിചാരിക്കുക, നിങ്ങൾ തരുന്ന വിവരം ഞാനിതിൽ പബ്ലിഷ് ചെയ്യുന്നു. അപ്പം ഇത് നിങ്ങൾ തരുന്ന വിവരം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ ഒരു ഇൻ്റർമീഡിയറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറ്റുന്നില്ല. ഞാനതിൻ്റെ സോഴ്സ് അല്ല, ഞാനത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കുന്നു എന്നുള്ള ഒരു പരിരക്ഷ എന്ന് വരുമ്പോൾ നിങ്ങൾ നടത്തുന്ന കുറ്റകൃത്യത്തിന് ഞാൻ ഉത്തരവാദിയല്ല എന്നുള്ളതായിരുന്നു ആ പരിരക്ഷ. അതാണ് സേഫ് ഹാർബർ. ഫേസ്ബുക്കിൽ നമ്മളത് ഒരു തെറ്റായ കാര്യം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നീട് പ്രശ്നമായാൽ ആ കുറ്റത്തിന് അവർ ഉത്തരവാദി അല്ലെങ്കിൽ അവർക്കത് അറിയില്ലെങ്കിൽ അവരതിൽ ഉത്തരവാദിയല്ല. പക്ഷേ അങ്ങനെ ചെയ്യാനെല്ലാ ഡ്യൂ ഡെലിഗൻസ് അവർ കേൾക്കണം, വെറുതെയാണ് പറയാൻ പറ്റില്ല. അതുപോലും ഒഴിവാക്കി നിസ്സാര കാര്യം പോലും, അതായത് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയെ വളരെ ചെറിയ തോതിൽ നോവിക്കുന്നു എന്നുള്ള കാര്യം പോലും ഒഴിവാക്കാനും ഫ്ലാഗ് ചെയ്യാനും പറ്റുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഭേദഗതി കൊണ്ട് നടന്നത്. അതാണ് അൾട്ടിമേറ്റ്ലി സെൻസർഷിപ്പിലേക്ക് വന്നത്. ഇപ്പോൾ പേടിപ്പിക്കുകയാണ്, ചില്ലിങ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. നമുക്ക് ആർട്ടിക്കിൾ 19(1) തന്നിട്ടുള്ള എല്ലാ മൗലികാവകാശങ്ങൾക്കും എന്താണ് റെസ്ട്രിക്ഷൻ, അതിൻ്റെ പരിമിതി 19(2) പറയുന്നുണ്ട്. അതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. 2015 ശ്രേയ സിംഗൽ കേസിൽ IT ആക്ടിലെ 66A വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കി. അതിൻ്റെ കാരണം അതായിരുന്നു. അന്നായിരുന്നു ആ വകുപ്പ് വെച്ചിട്ടായിരുന്നു മമതാ ബാനർജിയെക്കുറിച്ച് കാർട്ടൂൺ തയ്യാറാക്കുന്നതിനൊരു പ്രൊഫസറെ, ജാംദപ്പൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറെ അറസ്റ്റ് ചെയ്തു. അതേപോലെ ബാൽ താക്കറയുടെ മരണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു എന്ന ഒരു കുട്ടിയെ ആ തരത്തിലൊരു സ്മൈലി എന്ത് വിട്ടതിന് ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തു. അതൊക്കെ 66A വകുപ്പാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരാൾക്ക് ശല്യമുണ്ടാകുന്നതോ നിന്ദാപരമോ ആയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വേഗമായിട്ടുള്ള, അതായത് പോലീസിന് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അത് സുപ്രീം കോടതി ഒഴിവാക്കി, അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അതിനുശേഷമാണ് 2015 അതിനുശേഷം 2017 ജസ്റ്റിസ് പുട്ടുസ്വാമി കേസ്. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും 17ഓളം കേസുകൾ ഈ ഇൻ്റർമീഡിയറി ആക്ടിനെ ബന്ധപ്പെട്ട് കോടതി തീർപ്പ് കേൾപ്പിക്കാൻ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് 2 മാസം മുമ്പ് ഏപ്രിൽ 3 ഈ ബില്ല് നിയമപ്രാബല്യം നൽകി പുറത്തിറക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് എന്നുള്ളതും കൂടെ നോക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാക്ട് ചെക്കിംഗ് ആൻഡ് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത്, ഈ പ്രത്യേകിച്ച് ലിറ്ററസി ഇല്ലാത്ത, ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ വൻതോതിൽ, പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ വരാൻ പോകുന്ന കാലത്ത് നടക്കാൻ പോവുകയാണ്. ഇനി ഈ പറയുന്ന ബില്ലുകളെല്ലാം മാറ്റി ഡിജിറ്റൽ ഇന്ത്യ ആക്ട്, അതായത് IT ആക്ട് ഇല്ല, ഇൻ്റർമീഡിയറ്റ് ഗൈഡ് ലൈൻസ് ഇല്ല, ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലില്ല, ഇതിനെല്ലാം പകരം ഒരൊറ്റമൂലിയായിട്ട് ഡിജിറ്റൽ ഇന്ത്യ ആക്ട് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അവസാനം ഇലക്ഷന് മുമ്പ് അത് വരും എന്നാണ് അവകാശപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കണ്ടറിഞ്ഞ് കാണണം. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വസ്തുതകൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള പരിശീലനം, അതിനുള്ള വ്യാപകമായിട്ടുള്ള സാക്ഷരത നടത്തുക എന്നുള്ളതാണ് ഇതിനെ നമ്മുടെ സൈബർ രംഗത്തെ, സൈബർ വഴിയിലൂടെ നടത്തുന്ന ഇത്തരം നിരീക്ഷണങ്ങൾക്കും നമ്മുടെ ഇടപെടലുകൾക്കുമുള്ള പ്രതിരോധം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു, ChatGPT വരുന്ന കാര്യങ്ങൾ. ഇറ്റലി ChatGPT നിരോധിച്ചു. അത് നിരോധിക്കാനുള്ള കാരണം എന്താണ്? വ്യക്തികളുടെ പ്രൈവസി അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയൻ അടുത്ത മാസം ജൂലൈ മാസത്തിൽ യൂറോപ്യൻ യൂണിയൻ ആക്ട്, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ട് നിലവിൽ വരികയാണ്. അവിടെ ഉള്ളടക്കത്തെ
AI സോഫ്റ്റ്വെയറുമായി ഉള്ളടക്കത്തെ 4 തരമാക്കി തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തത് പ്രൊഹിബിറ്റഡ്, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ആളുകളുടെ ബയോമെട്രിക്സ് എടുക്കുക, അവരെ സ്കോറിങ് ചെയ്യുക. ആളുടെ സ്വഭാവം അനുസരിച്ച് നല്ല ആളാണ്, ചീത്ത ആളാണ്, അവൻ നമ്മുടെ സർക്കാരിനെ കുറിച്ച് നല്ലത് പറയുന്നു, അവൻ മോശം പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൊഹിബിറ്റഡ്. അത് ചെയ്യാനേ പാടില്ല, എക്സെപ്റ്റ് ഫോർ റിസർച്ചിനും ഇതിനും മാത്രം. രണ്ടാമത് ഹൈ റിസ്ക്, കൂടിയ റിസ്ക് ഉള്ളത് എന്ന് പറയുന്നത് അവിടെ നേരത്തെ കുറച്ച് ഒരു ഏജൻസി അതിൻ്റെ അൽഗോരിതം നോക്കി പരിശോധിച്ചിട്ടേ പറ്റുള്ളൂ. മറ്റത് ലോ റിസ്ക്കും മിനിമൽ റിസ്ക്കുമാണ്. അപ്പോൾ ഇങ്ങനെ 4 കാറ്റഗറൈസ് ചെയ്ത് അവിടെയൊക്കെ കൃത്യമായുള്ള ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് ഉണ്ട്, GDPR ഇതടക്കം. അതിനൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും യൂറോപ്യൻ വിവരങ്ങൾ അവിടെയുള്ള 27 രാജ്യങ്ങളിലെ ആളുകളുടെ വിവരങ്ങൾ സ്വകാര്യത കൊടുക്കുന്നതിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം. അതുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നത് ഫേസ്ബുക്കിന് 200 കോടി 800 കോടി പിഴ ഈടാക്കുന്നു, മറ്റേ നമ്മുടെ ഗൂഗിളിന് പിഴ ഈടാക്കുന്നു. ഇന്ത്യയിലും കോമ്പറ്റീഷൻ കമ്മീഷൻ ഗൂഗിളിന് 1200 കോടി പിഴ ഈടാക്കി, അത് വേറെ കോണ്ടെക്സ്റ്റ്. അപ്പം ഈ തരത്തിലുള്ള സർവലൻസ് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളുടെ നിരന്തര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും നമ്മൾ ആ നിരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വളരെ വ്യാപകമായ തോതിലുള്ള ഡിജിറ്റൽ ലിറ്ററസി, ഈ ഫാക്ട് ചെക്കിംഗ്, ഫേക്ക് ന്യൂസ് ഐഡൻറ്റിഫിക്കേഷന് നമ്മുടെ ആളുകളെ സന്നദ്ധരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ഒറ്റമൂലിയായിട്ടില്ല. അത്തരമൊരു നിർദ്ദേശം മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമയത്തിൻ്റെ ഈ ഒരു വിഷയത്തിൻ്റെ വ്യാപ്തിയും സമയത്തിൻ്റെ പരിമിതിയും അകത്ത് നിങ്ങളോട് ഈ 1 മണിക്ക് പരമാവധി നീതി പുലർത്തിയെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. ചോദ്യം എഴുതിത്തരാം, അവർ മറുപടി പറയും. 2 നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു നടന്നത്, പക്ഷേ അതിന് സമയം ഒരു പരിമിതിയായിരുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യം മോഹൻ മറുപടി പറയും. 3 ചോദ്യങ്ങളുണ്ട്. എല്ലാം വളരെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ആദ്യത്തെ ചോദ്യം, കേന്ദ്രത്തിൻ്റെ കേന്ദ്രീകരണത്തിലേക്കുള്ള അധികാര കേന്ദ്രീകരണത്തിലുള്ള പ്രവണത തടയുന്നതിന് പ്രാദേശിക രാഷ്ട്രീയ അവകാശവാദവും ശക്തമായ ഫെഡറൽ സംവിധാനവും നിയമപരവും ഭരണഘടനാപരമായ സുരക്ഷയും സഹായകരമാകില്ലേ? പെട്ടെന്നുത്തരം പറഞ്ഞാൽ അധികാര കേന്ദ്രീകരണം ഒരു തുടർ പ്രക്രിയ തന്നെയാണ്. കേന്ദ്രത്തിൻ്റെ അധികാരം ഭരണഘടനാ പ്രകാരം തന്നെ കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഈ കേന്ദ്രീകരണവും അതിൻ്റെ പ്രതിരോധവും മാറി മാറി വരും. ഒറ്റൊരു ഉദാഹരണം പറയാം. 1984 NT രാമറാവുവിൻ്റെ ഗവൺമെൻറ്റിനെ അന്നത്തെ ഗവർണറായിരുന്ന രാംലാൽ പിരിച്ചുവിട്ടു. NT രാമറാവു USA-യിൽ ചികിത്സയ്ക്ക് പോയ അവസരത്തിലാണ്. എന്നിട്ട് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി N ഭാസ്കർ റാവു എന്ന തെലുഗുദേശം പാർട്ടിയിൽ നിന്നും പുറത്തു വന്ന ഒരാളെ മുഖ്യമന്ത്രിയുമാക്കി. ഭൂരിപക്ഷമില്ല. ഭൂരിപക്ഷമുള്ള NTRനെയാണ് പുറത്താക്കിയത്. സാധാരണഗതിയിൽ അന്ന് അധികാര കേന്ദ്രീകരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിലുമൊക്കെ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയൊട്ടാകെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉയർന്നു വന്ന പ്രതിഷേധത്തിൻ്റെ കണ്ട് കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് പിന്മാറുകയും NT രാമറാവു വീണ്ടും മുഖ്യമന്ത്രിയാവുകയും രാംലാൽ പുറത്തു പോവുകയും ചെയ്തു. ഭരണഘടനാപരവും നിയമപരവുമായ പരിരക്ഷയേക്കാളേറെ രാഷ്ട്രീയ കാലാവസ്ഥയും ഭരണഘടനാ അധികാരികളെ അത് എങ്ങനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതും അത് ആശ്രയിച്ചിരിക്കും. കേന്ദ്ര സർക്കാർ 1950 മുതൽ 97 വരെ നൽകിയിട്ടുള്ള ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള ഒരു ശുപാർശയും ഒരു രാഷ്ട്രപതിയും അംഗീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എന്നാൽ ഉത്തർപ്രദേശിലെ ഗവൺമെൻറ്റിനെ 1997 പിരിച്ചുവിടാനും ബീഹാറിലെ ഗവൺമെൻറ്റിനെ 98 പിരിച്ചുവിടാനും 2 തവണ അന്നത്തെ കേന്ദ്ര സർക്കാരുകൾ, ഒന്ന് NDAയും ഒന്ന് ഐക്യമുന്നണി സർക്കാരുമാണ്, പ്രസിഡന്റ് KR നാരായണന് മുൻപാകെ ശുപാർശ സമർപ്പിച്ചപ്പോൾ അദ്ദേഹം 2ഉം മടക്കി. ഒരു തവണ പ്രസിഡന്റ് മടക്കിയാൽ വീണ്ടും മന്ത്രിസഭ അത് തിരിച്ചു നൽകിയാൽ പ്രസിഡന്റ് അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് അനുച്ഛേദം 74. പക്ഷേ മന്ത്രിസഭ അത് മടക്കിയില്ല. അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികളൊക്കെ പിന്തുണച്ചിരുന്ന കേന്ദ്ര സർക്കാരും പിന്നീട് അടൽ ബിഹാരി വാജ്പേയിക്ക് എന്തുകൊണ്ടതിന് അറിയില്ല, ആ മടക്കിയില്ല. അതുകൊണ്ട് ഭരണഘടനാപരവും നിയമപരവുമായ ഒരു ഫ്രെയിംവർക്ക് അങ്ങനെ നിൽക്കെ തന്നെ രാഷ്ട്രീയ കാലാവസ്ഥയും രാഷ്ട്രീയ ആക്ടേഴ്സിൻ്റെ പ്രതികരണവും വളരെ വളരെ പ്രധാനമാണ്.
ഇന്ന് എവിടെ നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. സുപ്രീം കോടതി വിധി മറികടക്കുന്ന ഓർഡിനൻസുകൾ ഉണ്ടാകുന്നു, ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പൊളിറ്റിക്കൽ ക്ലൈമറ്റ് എന്താണോ അതാണ് ഏറ്റവും നിർണായക ഘടകമാണെന്നുള്ള അതാണ് എൻ്റെ അഭിപ്രായം. വിയോജിപ്പുകൾ ഉണ്ടാകാം. ഇനി രണ്ടാമത്തെ ചോദ്യം, കേന്ദ്ര ക്ഷേമ പദ്ധതികൾ ഗുണഭോക്താക്കൾക്ക് നേരിട്ടുള്ള കൈമാറ്റം ഫെഡറൽ സംവിധാനത്തിൻ്റെ ലംഘനമല്ലേ? ഇതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതല്ലേ? ഇത് മാത്രമാണോ ഫെഡറൽ സംവിധാനത്തിൻ്റെ ലംഘനം? ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന് കേന്ദ്രം വളരെ പെട്ടെന്നൊരു ന്യായം പറയും, സംസ്ഥാനത്തിനും പറയാം. അഴിമതി, കൈക്കൂലി ഒഴിവാക്കാൻ, ജനങ്ങളെ സഹായിക്കാനാണ്. ചെറുത്ത് തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ എവിടെയാണ് ഇതിൻ്റെ മൂല കാരണം? കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന് വലിയ 200ഓളം പദ്ധതികൾ, ഇപ്പോൾ 66ആണ്, വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതികൾ സംസ്ഥാന വിഷയങ്ങളിൽ നേരിട്ട് കേന്ദ്രം ഇടപെട്ട് ചെലവ് നിർവഹിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട്. അതായത് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിനറിയാം, സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളെ പരിഗണിക്കാൻ കഴിയാതെ ഡൽഹിയിലെ മിനിസ്ട്രിയിൽ നിന്നും ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും തയ്യാറാക്കി തരുന്ന ഒരു സംവിധാനമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി. ഇതിന് നമ്മൾ 40% ചെലവ് നൽകണം, കേന്ദ്രത്തിൻ്റെ നിബന്ധനകൾ അപ്പാടെ അനുസരിക്കുകയും വേണം. ഇവിടെയാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ ലംഘനം നടക്കുന്നത്. ഇപ്പോൾ ചെറിയ ഫ്ലെക്സിബിലിറ്റി 2014-15 ശേഷം മുഖ്യമന്ത്രിമാരുടെ സമിതിയൊക്കെ രൂപീകരിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും പോരാ. സംസ്ഥാന വിഷയങ്ങളിൽ സംസ്ഥാനത്തിന് ചെലവാക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം, ദ ഫുൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായാൽ മാത്രമേ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഇതിന് കേന്ദ്രത്തിന് നാഷണൽ പ്രയോറിറ്റീസിൻ്റെ ഗൈഡൻസ് നൽകാം. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന കേന്ദ്ര വിഹിതങ്ങൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി പോയാൽ ഫെഡറൽ സംവിധാനം ലംഘിക്കപ്പെടുകയില്ല. അടിസ്ഥാന പ്രശ്നം സംസ്ഥാന വിഷയങ്ങളിൽ കേന്ദ്രം ഇടപെട്ട് റിജിഡായിട്ടുള്ള വളരെ വളരെ സ്ട്രെയിറ്റ് ജാക്കറ്റ് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ വരിഞ്ഞു മുറുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അതിൻ്റെ ഒരു കോൺസിക്വൻസാണ്. 10ാം ധനകാര്യ കമ്മീഷൻ ഡിവിസിബിൾ പൂളിൻ്റെ അനുപാതത്തിൽ നിന്നുള്ള 3.87%, 15ാം ധനകാര്യ കമ്മീഷൻ 1.9 കുറഞ്ഞു. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പക്ഷപാതിത്വമായി കുറച്ചതാണോ? കേരളത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്ന പുരോഗതി? ഈ ചോദ്യം ധനകാര്യ കമ്മീഷൻ്റെ പക്ഷപാതിത്വമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബിക്കോസ് നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇന്ന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്ത്യയിൽ പ്രതിശീർഷ വരുമാനത്തിൽ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഗൾഫിലെ പുറം വരുമാനമൊക്കെയാണ്. നമ്മുടെ സംസ്ഥാനങ്ങളിൽ അസമത്വവും വളരെ കൂടി നിൽക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ഈ പ്രതിശീർഷ വരുമാനം താഴ്ന്ന സംസ്ഥാനങ്ങൾക്ക് 45% നികുതി വിഹിതത്തിൻ്റെ മാനദണ്ഡമായി നിശ്ചയിക്കുമ്പോൾ കേരളത്തിന് പഴയ നികുതി വിഹിതം കിട്ടില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇതിന് പുറമെ അശനീപാതം പോലെ നമുക്ക് വന്ന് ഭവിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമീപനമാണ്. ജനസംഖ്യ എവിടെയെല്ലാം പരിഗണിക്കുമോ അവിടെയെല്ലാം 2011 സെൻസസ് പരിഗണിക്കണമെന്നൊരു നിബന്ധന വെച്ചു. 21 സെൻസസ് നടക്കാത്തത് ഭാഗ്യം. അതുകൊണ്ട് 16ാം ധനകാര്യ കമ്മീഷൻ വരാറായി. 11 സെൻസസ് മാത്രമേ 21 എടുത്താൽ വീണ്ടും നമ്മൾ കഷ്ടപ്പെടും. അപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ കേരളം വെച്ച മെമ്മറാൻഡം, നിങ്ങൾ 2011 സെൻസസ് കുറച്ചെങ്കിലും UPക്കും ബീഹാറിനും കൊടുക്കുന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല. ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. അവരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം, നമ്മുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം. എങ്കിലേ ഫെഡറലിസം ഉണ്ടാകൂ. ഇതിനെ 30, 30, 20, 10, അതായത് 30% 71 ജനസംഖ്യ, 30% 2011 ജനസംഖ്യ, 20% പ്രതിശീർഷ വരുമാനത്തിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക്, 10% ഫോറസ്റ്റ് കവറിന് പ്രകൃതി സംരക്ഷണം. ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ നമുക്ക് കുറച്ച് കിട്ടുമായിരുന്നു. ഇത് സ്വീകരിക്കപ്പെട്ടില്ല. കേരളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമാനമായി പെട്ടുനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് കർണാടകം, തമിഴ്നാട്, ഒഡീഷ, പശ്ചിമ ബംഗാളും കുറച്ചുണ്ടോ എന്ന് സംശയമുണ്ട്. ഇവരെയെല്ലാം അണിനിരത്തി ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കി ധനകാര്യ കമ്മീഷന്റെ വിഹിതം വളരെ താണുപോയാൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല എന്ന് പറയുകയും കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ 14ാം ധനകാര്യ കമ്മീഷൻ്റെ 2.5% വിഹിതമെങ്കിലും നമുക്ക് കിട്ടുന്ന രീതിയിൽ ഒരു മെമ്മറാൻഡം കേന്ദ്രത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാനും അതിന് സംസ്ഥാനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കാനും, അതായത് UPക്കും ബീഹാറിനും കിട്ടുന്നത് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ അതിന് സ്വീകാര്യത ഉണ്ടാവില്ല. 140 അംഗങ്ങളെ പാർലമെൻറ്റിൽ അയക്കുകയാണ്, ആരും സമ്മതിക്കില്ല. അതുകൊണ്ട് നമുക്കൊരു 2.6% കിട്ടുന്ന രീതിയിലുള്ളൊരു ആർഗ്യുമെൻറ്റ്, GST അടക്കമുള്ള നികുതി അധികാരങ്ങൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അധികാര കേന്ദ്രീകരണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഇന്ന് നികുതി അധികാരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിൻ്റെ കയ്യിൽ പോയി. വളരെ വിദഗ്ധമായിട്ടാണ് പോയത്.
സംസ്ഥാനങ്ങൾ ആരും തന്നെ ഇതിനെതിരെ ശക്തമായി ശബ്ദിച്ചില്ല. എന്താണെന്നറിയോ? വാറ്റ് വന്നപ്പോൾ തന്നെ ഇത് ഏതാണ്ട് നഷ്ടപ്പെട്ടു. വാറ്റിൻ്റെ വളർച്ച ഗണ്യമായി സാമ്പത്തിക മാന്ദ്യം കാര്യം കുറഞ്ഞു. കേന്ദ്രം പറഞ്ഞു നിങ്ങൾക്ക് 14% നഷ്ടപരിഹാരം തരാം ആദ്യത്തെ 5 വർഷം, പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതും പോയി. 14% പോക്കറ്റിൽ തന്ന് തലയ്ക്ക് അടിയും തന്നു കേന്ദ്രം. ഇതാണ് GST. നികുതി അധികാരം മുഴുവൻ പോയി. അത് വേറൊരു കഥ. അതുകൊണ്ട് ധനകാര്യ കമ്മീഷന് മുൻപാകെ വളരെ പ്രായോഗികമായ സമീപനമാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്. ഇനിയൊരു ചോദ്യം വന്നിട്ടുണ്ട്, എൻ്റെ വിഷയമല്ല. അലഹബാദ് ഹൈക്കോടതി ബലാത്സംഗത്തിനിരയായ യുവതിയുടെ ചൊവ്വാദോഷം പരിശോധിക്കാൻ ഉത്തരവിട്ട ജഡ്ജിമാരെ ശാസ്ത്രീയത പഠിപ്പിക്കാൻ നമ്മുടെ ഭരണഘടന സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്ര അവബോധം വളർത്തണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഭരണഘടനയുടെ കാവലാളന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഇതിനെതിരെ ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹം സീതാറാം യെച്ചൂരി സഖാവും വിജയരാഘവൻ സഖാവൊക്കെ പറഞ്ഞതുപോലെ ജനകീയ പൊതുമണ്ഡലത്തിൽ ഇതിനെതിരെയൊക്കെ വലിയ വികാരം ഉയർന്നു വന്ന് ശരിയായി ചിന്തിക്കുന്ന ഒട്ടനവധി ജഡ്ജിമാർ നമ്മുടെ ജുഡീഷ്യറിയിൽ ഇന്നുമുണ്ട്. അവിടെ നിന്ന് തന്നെ ഒരു കറക്ഷൻ ഉണ്ടാകണം. ഇതിനെതിരെയൊക്കെ വ്യാപകമായ പൊതു അവബോധം നിർമ്മിക്കലല്ലാതെ ഈ പറഞ്ഞ ജഡ്ജിയെ ശാസ്ത്രീയ അവബോധം പഠിപ്പിക്കാനൊന്നും ആരെക്കൊണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദി. രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, ഡിജിറ്റൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനാടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം സാധ്യമാണോ എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, കേരളത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ള മാതൃകാപരമായ എന്തെങ്കിലും ബദലുകളുണ്ടോ എന്നുള്ളതാണ്. ഈ IT നിയമവുമായി ബന്ധപ്പെട്ട ലെജിസ്ലേഷൻ സെൻട്രൽ ലെജിസ്ലേഷനാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ബദൽ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം ഡിജിറ്റൽ ഡിവൈഡ് ഒഴിവാക്കാനും ആക്സസ് ഉറപ്പാക്കാനും സ്റ്റേറ്റിൻ്റേതായിട്ടുള്ളൊരു ബദൽ എന്നുള്ള നിലക്ക് ആ ഫോണിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കൊരു ബദൽ രൂപത്തിലേക്ക് എടുക്കാം. സ്കൂളുകളിൽ നമുക്കറിയാം ആധാർ എന്നുള്ളത് നമുക്ക് ഈ തലയെണ്ണയിൽ മാറ്റി ഇപ്പം ഒരു നെസസറി ഈവിളായിട്ട് മാറിക്കണം. അത് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ പറയുന്ന കുട്ടികളുടെ അഡ്മിഷന് അത് നിർബന്ധമല്ല എന്നുള്ളതും സ്റ്റാഫ് ഫിക്സേഷൻ നിർബന്ധമാണ് എന്നുള്ള രൂപത്തിലേക്കും വരുന്ന ഒരു സംവിധാനമാണ് ആധാറുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക എന്നുള്ളത് പരിപൂർണമായും 1 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക എന്നുള്ളത് ഈ ഡാറ്റ സുരക്ഷിതത്തിൻ്റെയും ഇമ്പോർട്ടൻസും അതിൻ്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടും നമ്മുടെ കുട്ടികളിൽ ഒരു ബോധം വളർത്താൻ സഹായകമായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വേണ്ടത് എന്നുള്ളതാണ് ഒരു നിർദ്ദേശം. മറ്റൊന്ന്, ഡിജിറ്റൽ ലിറ്ററസി വളരെ വ്യാപകമാക്കുക. ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സൈബർ സ്പേസിൽ വിവരങ്ങൾ നൽകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാം തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇപ്പം 5000 പഠിതാക്കൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ 25,000 പഠിതാക്കളാണ് ഉള്ളത്. ഇവിടെ ഗോവിന്ദമാഷൻ്റെ മണ്ഡലത്തിൽ 10 മണിക്കൂർ പദ്ധതിയാണ്. 5 ദിവസം 2 മണിക്കൂർ വീതം. ആദ്യത്തെ ദിവസം ഈ സംവിധാനങ്ങൾ പരിചയപ്പെടുന്നു. രണ്ടാമത്തെ ദിവസം ഈ OTP, പിന്ന്, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്തൊക്കെ വിവരങ്ങൾ കൊടുക്കണമെന്നുള്ളത്. മൂന്നാമത്തെ സോഷ്യൽ മീഡിയ, ഈ സൈബർ സേഫ്റ്റി, ഫേക്ക് ന്യൂസ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് തുടങ്ങി അവർക്ക് സ്വന്തമായുള്ള ഇമെയിൽ വരുന്നവരെയുള്ള ഒരു മൊഡ്യൂൾ. അത് സാക്ഷരതാ മിഷനും കൈറ്റും ചേർന്ന് പിന്നെ നമ്മുടെ ഓരോ ജില്ലയിലും ഓരോ പഞ്ചായത്തിലും ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പരിപാടികളിലൂടെ ജനകീയ ബോധവൽക്കരണം ശക്തമാക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം വിട്ടുപോയത്, 2015 ഈ ശ്രേയാ സിംഗാൾ വിധിക്ക് ശേഷം ഇന്ത്യയിൽ വലിയൊരു സംഭവം നടക്കുകയുണ്ടായി. നെറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ളത്, അതായത് ഇൻ്റർനെറ്റ് സൗജന്യമായി ഫേസ്ബുക്കും റിലയൻസും കൂടെ ചേർന്ന് വീടുകൾക്ക് സൗജന്യമായി ഇൻ്റർനെറ്റ് കൊടുക്കും. ഒറ്റ കാര്യമുള്ളൂ, അവരെ സർവീസ് കുറച്ച് വേഗത കൂട്ടി കൊടുക്കും, ബാക്കി വരുന്നത് വേഗത കുറച്ചോ അല്ലെങ്കിൽ ഇതാക്കി കൊടുക്കും, അതിന് പെർമിറ്റ് ചെയ്താൽ മതി എന്നുള്ളൂ. ഇത് നെറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ള കൺസെപ്റ്റിനെതിരായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ മലയാള മനോരമ പെട്ടെന്ന് കിട്ടുന്നു, നല്ല ഉയർന്ന ട്രാഫിക്കിൽ പോകുന്നു, ദേശാഭിമാനി വരുമ്പോൾ എഴഞ്ഞ് വരുന്നു എന്നുള്ള രൂപത്തിൽ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളിപ്പോൾ നെറ്റ് ഉപയോഗിക്കുന്നതിൽ ഏത് സൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ നെറ്റിൻ്റെ വേഗതയും ആ സൈറ്റിൻ്റെ സെർവർ അനുസരിച്ചുള്ള വേഗത കിട്ടുന്നു. അപ്പോൾ നെറ്റ് നിഷ്പക്ഷതയെ തുരങ്കം വെക്കുന്നൊരു പദ്ധതിയായിരുന്നു. ഇത് ചേർത്ത് തോൽപ്പിച്ചത് കോടതി പോലും അല്ല. ട്രായ് ഇത്തരത്തിലൊരു കൺസൾട്ടേഷൻ പേപ്പർ വെച്ചപ്പോൾ ലക്ഷക്കണക്കിന് കംപ്ലൈൻറ്റുകളാണ് ഇതിൻ്റെ അഭിപ്രായം ക്ഷണിച്ചപ്പോൾ ലക്ഷക്കണക്കിന് കംപ്ലൈൻറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. അങ്ങനെ ഈ കാർഷിക ബില്ലുകളൊക്കെ ഫ്രീസറിൽ വെക്കുന്ന പോലെ ഇതും ഫ്രീസറിൽ വെച്ചു.
പക്ഷേ അപ്പോൾ ഇങ്ങനെ മനസ്സിലായതുകൊണ്ടാണ് ഇത്തരം പബ്ലിക് ഒപ്പീനിയനെ പോലുള്ള പഴുതടച്ചിട്ടാണ് ഇപ്പോൾ പല കാര്യങ്ങളും വരുന്നത്. കാര്യമായുള്ള കൺസൾട്ടേഷൻ നടത്തുന്നില്ല. അവിടെ ജനകീയ ഇടപെടലുകൾ തന്നെയാണ്, ജനകീയ ഈ ഡിജിറ്റൽ സംവിധാനത്തിലുള്ള വിദ്യാഭ്യാസവും ഇടപെടലുകളും തന്നെയാണ് മറുപടി എന്നാണ് പറയുന്നത്. നന്ദി ശ്രീ അൻവർ സാദത്ത്. ഇനി ഔപചാരിക നന്ദി രേഖപ്പെടുത്തുന്നതിനെ ഡോക്ടർ യു സലീലിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ആമുഖങ്ങളില്ലാതെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിച്ച ഘട്ടത്തിലും ആ രാജ്യത്തെ നിലനിർത്തുന്ന ഭരണഘടനയെയും ആ ഭരണഘടനയിലെ ഏറ്റവും കാതലായ ഫെഡറലിസത്തെയും അത് നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാനാണ് 25-ാമത് ദേശീയ സെമിനാർ ആഗ്രഹിച്ചത്. ഈ സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത് CPIM-ൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയാണ്. സഖാവ് സീതാറാം യെച്ചൂരിക്കുള്ള അഗൈതവമായ നന്ദി EMS സ്മൃതിയുടെ സ്വാഗത സംഘത്തിൻ്റെ പേരിലും ഇതിലെ മുഴുവൻ പ്രതിനിധികളുടെ പേരിലും ഇവിടെ അർപ്പിക്കുകയാണ്. 3 വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തകരുന്ന ഇന്ത്യൻ ജനാധിപത്യ സ്ഥാപനങ്ങൾ എന്ന വിഷയത്തിൽ CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് A. വിജയരാഘവൻ പ്രഭാഷണം നടത്തി. സഖാവ് A. വിജയരാഘവനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ ഫെഡറലിസം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ സീനിയർ കൺസൾട്ടൻറ്റും മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസറുമായിരുന്ന ശ്രീ R. മോഹൻ IRS ഇവിടെ പ്രഭാഷണം നടത്തി. ശ്രീ R. മോഹനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നിരീക്ഷിത ജനാധിപത്യവും മനുഷ്യാവകാശവും എന്ന വിഷയത്തിൽ കൈറ്റിൻ്റെ CEO ശ്രീ അൻവർ സാദത്ത് സംസാരിച്ചു. ശ്രീ അൻവർ സാദത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സെഷനിൽ ബഹുമാനപ്പെട്ട ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി സഖാവ് K. രാധാകൃഷ്ണൻ പൂർണ്ണസമയ സാന്നിധ്യമുണ്ടായിരുന്നു. രാധാകൃഷ്ണനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സെഷന് അധ്യക്ഷത വഹിച്ച കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻറ്റ് സഖാവ് M. K. കണ്ണനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സെഷന് സ്വാഗതം ആശംസിച്ച ജനാധിപത്യമേള അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി ഉഷാ പ്രഭുകുമാർ, ഈ വേദിയിലുണ്ടായിരുന്ന മുഴുവൻ വിശിഷ്ട സാന്നിധ്യങ്ങൾക്കും മുഴുവൻ പ്രതിനിധികൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. അടുത്ത സെഷൻ ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇങ്ങോട്ട് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.